أعوذ بالله السميع العليم من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. وبحق إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صلى الله عليه وعلى آله وصحبه وسلم تسليما. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ മുഖ്യ സംഘാടകനായ ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ് അവർകളെ, ബഹുമാനമുള്ള ഉലമാക്കളെ, ഉമറാക്കളെ, ബഹുമാനമുള്ള ദീനിൻ്റെ ഗുണകാംക്ഷികളെ, ബഹുമാനമുള്ള നാട്ടുകാരെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, യുവാക്കളെ, ബഹുമാനമുള്ള സഹോദര സഹോദരിമാരെ, അന്നൂറുൽ മുഹമ്മദി എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം നടത്തിത്തരാൻ എന്നോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 100 ദിവസം പറഞ്ഞാലും തീരാത്ത ഒരു വിഷയം ആണത്. 100 ദിവസം പറഞ്ഞാലും അത് തീരൂല. ഒരു കൊല്ലം പറഞ്ഞാലും 2 കൊല്ലം പറഞ്ഞാലും തീരൂല. അല്ല, എന്തുകൊണ്ട്? അത് മംബഉൽ മൗദൂആത്ത് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ വിഷയങ്ങളുടെയും ഉറവയാണ് ആ വിഷയം. അപ്പോൾ അസാസുൽ മൗദൂആത്തി, എല്ലാ വിഷയങ്ങളുടെയും അടിത്തറയുമാണ് ആ വിഷയം. വസിറുൽ മൗദൂആത്തി, വിഷയങ്ങളുടെ രഹസ്യമാണ് ആ വിഷയം. അങ്ങനത്തെ ഒരു വിഷയം ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് ഫൈസി അവർകൾ എന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിളിക്കുകയും ഞാൻ എന്തോ കൊണ്ടോ അതായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഏറ്റുപോവുകയും ചെയ്തു. ഏറ്റതിന് ശേഷം മാത്രമാണ് അതൊരു മെനക്കെടാണല്ലോ പഠിച്ചോനെ എന്ന് ആലോചിച്ചു പോയത്. അപ്പോൾ ഏതായാലും റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നല്ലപോലെ ശ്രദ്ധിക്കണം. വർത്തമാനം കുട്ടികൾ പറയരുത്, വളണ്ടിയർമാർ ശ്രദ്ധിക്കണം. പെണ്ണുങ്ങളെ ഭാഗത്തും നല്ല ശ്രദ്ധ വേണം. പെണ്ണുങ്ങളെ ഭാഗത്തു നിന്ന് കുട്ടികൾ വളരെ ശബ്ദമിട്ട് വർത്താനം പറയുന്നുണ്ട്, കളിക്കുന്നുണ്ട്. കളിക്കുന്ന കുട്ടികളുള്ള പെണ്ണുങ്ങളൊക്കെ ബാക്കിൽ പോയിരിക്കണം, മറ്റുള്ളവർക്കൊരു ശല്യമായി പോകരുത്. ഒരു ഗൗരവമായ വിഷയം എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമായ വിഷയമാണ്. ഞാനെങ്ങനെ എത്രത്തോളം പറയുന്നും എനിക്ക് പ്രവചനാതീതമാണ്. നിങ്ങളെങ്ങനെ അത് മനസ്സിലാക്കുമെന്നും എനിക്കറിയില്ല. കാരണം അത് വളരെ ഗഹനമായ ഒരു സംഗതി ആയതുകൊണ്ട് പെട്ടെന്നത് മനസ്സിലാക്കാനോ പറഞ്ഞത്ര അത് ഉൾക്കൊള്ളാനോ കഴിയൂല. അങ്ങനത്തെ ഒരു വിഷയമാണ് ഈ വിഷയം. അപ്പം അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ 100 ചെവി കൊണ്ട് കേട്ട് മനസ്സിലാക്കണം. ഒരു വയറിൽ പറയുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. വേണ്ട, ഇപ്പം ഒന്നും വേണ്ട. പക്ഷേ അതേ സമയത്ത് ഇങ്ങനത്തെ ഒരു വിഷയം പറയാമെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസം. അത് ജനങ്ങളെ ഉള്ളിൽ കയറുക എന്നുള്ളതും പ്രയാസം. ജനങ്ങളെപ്പോഴും പൊതുവായ ഫോട്ടോ നോക്കുക, അടിയൊക്കെ ഇറങ്ങി നോക്കൂല. അതുകൊണ്ട് കാമ്പുള്ളതും കാമ്പില്ലാത്തതും ജനങ്ങൾ തീരുമാനിക്കുക. അതിൻ്റെ ശബ്ദഭംഗിയും അതിൻ്റെ പ്രാസഭംഗിയും നോക്കിയ അതാകട്ടെ എന്നെ സംബന്ധിച്ചോളം തീരെ ഇല്ലാത്തൊരു കാര്യമാണ്. എനിക്ക് ഇത്തരം കറകറ ശബ്ദമാണ് പഠിച്ചോൻ തന്നിട്ടുള്ളത്. അങ്ങനത്തെ ചൊറുക്കുള്ളൊരു ശബ്ദം ഇല്ല. പിന്നെ പണ്ടൊക്കെ ഒച്ചട്ട് പേടിപ്പിച്ചിരുന്ന മനുഷ്യന്മാർ ഇപ്പം അങ്ങനെ ഒച്ചടാൻ വയ്യ. 58 വയസ്സായി.
25 കൊല്ലത്തിലേറെയായി 98 മുതൽ പ്രസംഗം, രാവും പകലും പ്രസംഗം. അതിൽ 8 മണിക്കൂറും 10 മണിക്കൂറും 14 മണിക്കൂറും പ്രസംഗിച്ച ദിവസങ്ങളുമുണ്ട്. ഒരു പ്രസംഗം 2 പ്രസംഗം ഇല്ലാത്ത ഒരു കാലം ഇപ്പോഴും ഇല്ല. ഇന്നും ഇപ്പോൾ ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു കാലത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒച്ചട്ട് പറയാനോട്ട് കഴിയുകയില്ല. ഇത് ഒച്ചട്ട് തിരിക്കണ കാര്യമല്ല. ഇത് വളരെ ബുദ്ധിയോടുകൂടി ആലോചിച്ച് കയറണം തലേക്ക്. ആ കുട്ടികളെ ശ്രദ്ധിക്കണത് ഒന്ന് ശ്രദ്ധിക്കണം, കുട്ടികളെ വളണ്ടിയർമാർ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയും. തങ്ങൾ പറഞ്ഞത് തന്നെയാണ് സത്യം. പക്ഷെ അതിൻ്റെ ഉള്ളിലൊരു സത്യം കിടക്കുന്നുണ്ട്. നമുക്ക് ഒന്നും വേണ്ടത്ര അതിൻ്റെ വൃത്തിയിൽ ചെയ്യാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട്? അതൊരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് നബി അങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയാത്തത്? അതിന് ഉത്തരമുണ്ട്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് പറഞ്ഞതുപോലെ സ്നേഹിക്കാൻ കഴിയാത്ത? എന്തുകൊണ്ട്? അതിന് ഉത്തരമുണ്ട്. ആ ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ ഈ 2-3 ദിവസത്തിനുള്ളിൽ ഭംഗ്യം തരേണ അത് പറഞ്ഞു തരും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു ഏകനാണ്. അള്ളാഹിൻ്റെ സൃഷ്ടി ഏകനാണ്. ഒരല്ലാഹു, ഒരു സൃഷ്ടി. ആ ഒരു സൃഷ്ടിയിൽ നിന്ന് മുത്തനബ്ബിയാണ് ഈ കാണുന്ന കോടാനക്കോടി സൃഷ്ടികൾ. അപ്പം അള്ളാഹു ഏകൻ, സൃഷ്ടിയും ഏകൻ. ഒരു റബ്ബ്, ഒരു സൃഷ്ടി. പിന്നെ ആ സൃഷ്ടിയിൽ നിന്ന് തനവ്വുആണ്. ആ സൃഷ്ടിയിൽ നിന്നുള്ള ഉദയമാണ് ഈ കാണുന്ന കൊടാന സൃഷ്ടികൾ എന്നാണ് 58 കൊല്ലത്തിൻ്റെ ഉള്ളിൽ എൻ്റെ പഠിപ്പിൻ്റെ ആകത്തുക. 12ാമത്തെ വയസ്സിൽ എൻ്റെ ഉപ്പ എന്നെ ഓതാൻ കൊണ്ടേയാക്കിയതാണ്. പിന്നെ ഒരു 6-7 കൊല്ലം ഞാൻ ഗൾഫ് പോയിട്ടുണ്ട് വാപ്പാൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി. ബാക്കിയുള്ള കാലമൊക്കെ മൊത്തം ഈ കിതാബുമായി കെട്ടിമറിഞ്ഞതാണ്. അപ്പോൾ ഒരു 12, 7, 19 കൊല്ലം മാറ്റി വെച്ചാൽ ഏകദേശം 58 വയസ്സാകുമ്പോൾ ഒരു 39 കൊല്ലമുള്ള എൻ്റെ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഒരു റബ്ബും ഒരു സൃഷ്ടിയുമാണ്. ആ അവർ രണ്ടാൾക്കും ഒരു പേരുണ്ട്. എന്താ പേര്? നൂറ് എന്ന പേര്. അള്ളാഹുവിൻ്റെ പേരും നൂറ്, സൃഷ്ടിക്ക് അള്ളാഹു നൽകിയ പേരും നൂറ്. അള്ളാഹു ഖാലിഖ്, സൃഷ്ടി ഖൽഖ്. അള്ളാഹു നൂറ്, സൃഷ്ടി നൂറ്. നൂറല്ലാത്തതിന് അള്ളാഹു പടച്ചിട്ടില്ലേ? പടച്ചിട്ടുണ്ട്. പക്ഷെ അത് കോപത്തിൽ പടച്ചതാണ്. അതിന്മേലെല്ലാം അള്ളാഹുവിൻ്റെ കോപം ബന്ധിച്ചിട്ടുണ്ട്. അള്ളാഹു ആ അവസ്ഥയെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇപ്പം ഇബ്ലീസ് അതാണ് സൃഷ്ടിയല്ലേ? സൃഷ്ടിയാണ്. പക്ഷെ കോപം ബന്ധപ്പെട്ട സൃഷ്ടിയാണ്. അതുകൊണ്ട് ആ സൃഷ്ടിക്ക് അടിസ്ഥാനം ഇരുട്ടാണ്. ഇരുട്ടാണെന്ന് പഠിച്ചല്ലേ? അതെ. പ്രകാശം അള്ളാഹു പഠിച്ചല്ലേ? അതെ. പക്ഷെ പ്രകാശം ഇരുട്ടെന്ന് വല്ല വ്യത്യാസം എന്താ? പ്രകാശത്തെ ചോദിക്കും. اللهم اجعل في قلبي نورا وفي سمعي نورا وفي بصري نورا وفي لساني نورا وعن يميني نورا وعن شمالي نورا وعن أمامي نورا وعن خلفي نورا ومن فوقي نورا ومن تحتي نورا واجعل لي نورا واجعلني نورا. തഹജ്ജുദ് എണീറ്റാൽ ആദ്യം ചെല്ലേണ്ട ദുആ ഇതാണ്. അറിയില്ലേ? എന്നാ ഒന്നിൻ്റെ കൂടെ ചൊല്ലി. اللهم اجعل في قلبي نورا وفي سمعي نورا وفي بصري نورا وفي لساني نورا وعن يميني نورا وعن شمالي نورا وعن أمامي نورا وعن خلفي نورا ومن فوقي نورا ومن تحتي نورا واجعل لي نورا واجعلني نورا. അള്ളാഹു എൻ്റെ ഹൃദയത്തിൽ നീ പ്രകാശം വെച്ച് തരണം. പിന്നെ എൻ്റെ ചെവിയിൽ പ്രകാശം വെച്ച് തരണം. പിന്നെ എൻ്റെ
ദർശനപുടത്തിൽ എൻ്റെ കണ്ണിൽ പ്രകാശം വെച്ചേരണം, പിന്നെ എൻ്റെ നാവിൽ പ്രകാശം വെച്ചേരണം, പിന്നെ എൻ്റെ വലഭാഗത്ത് പ്രകാശം വെച്ചേരണം, പിന്നെ എൻ്റെ ഇടഭാഗത്ത് പ്രകാശം വെച്ചേരണം, പിന്നെ എൻ്റെ മുൻഭാഗത്ത് പ്രകാശം വെച്ചേരണം, പിന്നെ എൻ്റെ പിൻഭാഗത്ത് പ്രകാശം വെച്ചേരണം, പിന്നെ എൻ്റെ മുകൾ ഭാഗത്ത് പ്രകാശം വെച്ചേരണം, പിന്നെ എൻ്റെ താഴ്ഭാഗത്തും പ്രകാശം വെച്ചേരണം. പിന്നെ പറയുന്നിടത്ത് ഒരു കയറ്റാണ്. ഇനി ഇതുവരെ സാധാരണ വർത്താനം ഇനി മാറും. ഇത് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ സമഈ നൂറ വഫീ ബസരി നൂറ വഅൻ യമീനി നൂറ വഅൻ ശിമാലി നൂറ വഅൻ അമാമി നൂറ വഅൻ ഖൽഫി നൂറ വമിൻ ഫൗഖി നൂറ വമിൻ തഹ്തി നൂറ. ഇത് സാധാരണ വർത്താന. ഇനി കയറി പിന്നെ പറയുന്നത് വജഅൽ ലീ, ലാം യാ മുതകല്ലിമിൻ്റെ യാ, വജഅൽ ലീ നൂറ, എനിക്ക് നീ ഒരു പ്രത്യേക പ്രകാശം തരണം. പിന്നെ പറയുന്നത് വജഅൽനീ നൂറ, എന്നെ തന്നെ നീ പ്രകാശമാക്കി തരണം. വലിയ വർത്താനം. ഇതുവരെ കണ്ണിൽ ചെവിയിലും മൂക്കിലൊക്കെ മതിയായിരുന്നു. ഇപ്പൊ പറയുന്നത് വജഅൽലീ നൂറ, അത് ലാമ് മുതകല്ലിമിൻ്റെ ആവ്. വജഅൽലീ നൂറ, എനിക്ക് നീ ഒരു പ്രത്യേക പ്രകാശം തരണം. പിന്നെ പറയുന്നത് വജഅൽനീ നൂറ, എന്നെ തന്നെ നീ പറയ് പ്രകാശമാക്കി തരണം. ഇതുവരെ എൻ്റെ കൽബിലും ചെവിയിലും കണ്ണിലൊക്കെ മതിയായിരുന്നു. ലാസ്റ്റ് പറയുന്നത് എന്നെ തന്നെ എന്താക്കണം? അപ്പോൾ പ്രകാശ ബിന്ദു അല്ലാത്ത ഒന്നും എന്നിൽ ഉണ്ടാകരുത്, ഇരുട്ടുണ്ടാകുക ചെയ്യരുത്. അപ്പം നമ്മൾ ആവാൻ ലാസ്റ്റാ പറഞ്ഞ് ലാസ്റ്റാ. ഇതൊക്കെ ഇവിടെയൊക്കെ വെളിച്ചം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നമ്മൾ വിളിച്ചാകൽ എളുപ്പാ. എൻ്റെ കൂടെ اللهم اجعل في قلبي نورا وفي سمعي نورا وفي بصري نورا وفي لساني نورا وعن يميني نورا وعن شمالي نورا وعن أمامي نورا وعن خلفي نورا ومن فوقي نورا ومن تحتي نورا واجعل لي എനിക്ക് നീ ഒരു പ്രത്യേക പ്രകാശം തരണം. അവിടെ പിന്നെ ദ്വാ തീർന്നു. ഞാൻ എൻ്റെ മേലെ പറയല്ല. എന്ന് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ വേടേ ഉള്ളൂ. എന്നെ തന്നെ നീ പ്രകാശമാക്കി തരണം. അപ്പൊ ലാസ്റ്റ് നമ്മൾ ആവാൻ കൊതിക്കുന്നതാണ് എന്ത് പ്രകാശം. അത് അള്ളാഹുവിൻ്റെയും പേരാണ്, റസൂലിൻ്റെയും പേരാണ്. അള്ളാഹ്ക്കും ആ പേരുണ്ട്, റസൂലിനും ആ പേരുണ്ട്. അതിൻ്റെ അപ്പുറത്തൊക്കെ തളർന്നു പോകും. ഇതിൻ്റെ പുറത്ത് കൂടി വർത്താനം പറയാനൊക്കെ കഴിയുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഒരു കുത്തുബാകണം, ഒരു ഹോസാകണം. എന്താണത്? അള്ളാഹ്ക്കും നബിക്കും എങ്ങനെ ഒറ്റ പേരുണ്ടാവുക? അതിന് പണിയാ. എന്നാ പണിയില്ല, എന്നാ പണിയാണ്, എന്നാ പണിയോട്ടില്ലേനും, എന്നാ പണി കൊണ്ടോട്ടും നടക്കൂല. കസ്ബിയായ ഇൽമും വഹബിയായ ഇൽമുണ്ട്. അധ്വാനിച്ച് കിട്ടുന്ന ഇൽമുണ്ട്. PSC ടെസ്റ്റ് എഴുതി പാസ്സാകുക, അത് കസ്ബിയായ ഇൽമ. മൊയ്തീൻ ശൈഖിൻ്റെ ഇൽമ കസ്ബിയല്ല, വഹബിയ. فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما وعلمناه من لدنا علما. നാം ആ അടിമക്ക് ഇൽമുൽ ലദുന്നി കൊടുത്തു. മിൻ ഗൈരി വാസ്തത്തി ഉസ്താദിൻ വ മുഅല്ലിമിൻ. പഠിപ്പിക്കാൻ ആരുമില്ല. ആര് പഠിപ്പിച്ചു? ഞാനണ്ടിട്ട് കൊടുത്തു. പഠിപ്പിച്ചു എന്ന് പറയാനും ഒരു വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അള്ളാഹ് പഠിപ്പിച്ചു, അതും എനിക്കറിയില്ല.
വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ. ഞാനത് കൊടുത്തു, എൻ്റെ ഭാഗത്തു നിന്നാണ് കൊടുത്തു. അപ്പോഴേ ഇത് അല്ലാഹു റസൂലിന് എങ്ങനെ ഒരു പ്രകാശമായി? ഖദ് ജാഅകും മിനല്ലാഹി നൂർ, ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. ആലി ഇംറാൻ. ഖദ് ജാഅകും, ഈ യഹൂദി നസറാക്കളെ, നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട് മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്, മുത്തുനബിയോട് തർക്കിക്കാൻ വേണ്ടി നജ്റാനിലെ പാത്രിയാർക്കുകൾ മദീന പള്ളിയിൽ വന്നപ്പോൾ ഇറങ്ങിയ ആയത്താണിത്. വലിയ ക്രിസ്തീയ മേലധ്യക്ഷന്മാർ മുത്തുനബിയോട് തർക്കിക്കാൻ വേണ്ടി വന്നു മദീന പള്ളിയിലേക്ക്. അപ്പോഴാണ് സൂറത്ത് ആലി ഇംറാനിലെ 70ഓളം ആയത്തിറങ്ങിയത്. അതിൽപ്പെട്ടൊരായത്താണിത്. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ, നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അല്ലാഹുവിൽ നിന്ന് ഒരു പ്രകാശം വന്നിട്ടുണ്ട്. വകിതാബുൻ മുബീൻ, ഒരു വ്യക്തമായ വേദഗ്രന്ഥം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കയ്യിലുള്ള മുഹറഫത്തായ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇതുമ കൂടിക്കോളി. ഏതാണ് ആ കാര്യം? അതൊക്കെ നൂറുഹു മുഹമ്മദുൻ കിതാബുഹു ഫുർഖാനുൽ അദീം. എല്ലാ മുഫസ്സിറുകളും അങ്ങനെ പറഞ്ഞേ. കിതാബിനേക്കാൾ മുന്തിച്ചു നൂറിനെ. കിതാബ് ഖൽഖല്ല, നൂറ് ഖൽഖാണ്. എന്നാലും ഖൽഖല്ലാത്തതിനേക്കാൾ മുന്തിച്ചു. ആരാ ഖൽഖല്ലാത്തത്? അല്ലാഹുവിന്റെ കലാം. ഈ കലാം, റബ്ബിന്റെ കലാമിനേക്കാൾ മുന്തിച്ചു ആരെ? സൃഷ്ടിയെ. സൃഷ്ടി ആരാ? നൂറ്. അവിടെ പറഞ്ഞാൽ നൂറ് സൃഷ്ടിയായ മുഹമ്മദ് മുസ്തഫയാണ്. പണിയാണ്, പണിയാണ്. ഞാനിത് ഏറ്റെടുത്ത് പിന്നെ പൈസ ഉസ്താദിനോട് പരവട്ടം വിളിച്ച് പറയാൻ തോന്നി. എനിക്ക് മനുഷ്യന്മാർക്ക് പറഞ്ഞാലൊന്നും അന്തം കിട്ടൂല, അതുകൊണ്ട് ഞാനതിനില്ല എന്ന് പറയാൻ തോന്നിയതാണ്. പക്ഷെ പിന്നെ മനുഷ്യന്മാരോട് എങ്ങനെ പിന്നെ രണ്ടാമതൊരു വാക്ക് പറയാം? പറഞ്ഞാൽ കുറേ ദീപത്തിനെ പറ്റി പറയും. അത് കുഴപ്പമുണ്ടായിട്ടില്ല. മൂപ്പര് അല്ലെങ്കിലും പണ്ടേറ്റ വരൂല എന്ന് അതിൻ്റെ മടിയോണ്ട് പറയാതിരുന്നതാണ്. ഞാൻ വലിയ ആളാകല്ല, പക്ഷെ എന്നാലും ഇതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ മനസ്സിലാവില്ല. ഇവിടെ പറഞ്ഞ കാര്യം, ഇവിടെ നൂറാര മുഹമ്മദ് മുസ്തഫ. കിതാബിനേക്കാൾ മുന്തിച്ചു. കിതാബ് എന്താ? അള്ളാഹുവിൻ്റെ കലാം. കലാം സൃഷ്ടിയല്ല. ആയാതു ഹഖ്ഖിൻ മിന റഹ്മാനി മുഹ്ദസത്തുൻ ഖദീമത്തുൻ സിഫത്തുൽ മൗസൂഫി ബിൽ ഖിദമി ലം യഖ്തരിൻ ബിസമാനിൻ വഹിയ യുഖ്ബിറുനാ അനിൽ മആദി വഅൻ അദിൻ വഅൻ ഇറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഖദ് ജാഅകും മിനല്ലാഹി കിതാബുൻ വനൂർ എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹിൻ്റെ കലാമിനെ മുന്തിച്ചിട്ട് സൃഷ്ടിയെ പിന്തിച്ചു എന്നറിയാം. പക്ഷെ അങ്ങനെയല്ല ഇവിടെ. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ നൂറുഹു മുഹമ്മദുൻ. നിങ്ങളെ മുന്നിൽ രണ്ടെണ്ണം ഉണ്ട് ക്രിസ്തീയ നേതാക്കളെ, അയിമ കൂടിക്കോളി. ഒന്ന് എൻ്റെ നൂറുണ്ട്, അത് മുഹമ്മദാണ്. നിങ്ങളും ഞാനും നട്ടപ്പാതിരക്ക് തഹജ്ജുദിനെ എണീറ്റിട്ട് ആവാൻ കൊതിക്കുന്ന ഇതിനെ അള്ളാഹ് ആക്കി കൊടുത്തതാണ് അത്. അതിനിഞ്ഞ് ദ്വാരക്കേണ്ട ആവശ്യമില്ല. പിന്നെന്തിനാ ദ്വാർന്നു? അതൊരു തെശിരിയാണ്, അതൊരു തളർവാണ്, അതൊരു വിനയാണ്, അത് നൂറാണ്. എന്നാലും ദ്വാർന്നിട്ടില്ലേ നൂറാകാൻ? അതെ, അതൊരു തെശിരിയാണ്. അത് ദ്വാർന്ന് കാണിച്ചു എന്നാലല്ലേ പറയും നമ്മൾ ദ്വാർക്കുള്ളൂ. അതുകൊണ്ടാണ് നൂറാക്കണേന്ന് അത് ദ്വാർന്നത്. അത് മിൻ അവ്വലി അംരിഹി നൂറുൻ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ما في قلبي غير الله
على النبي صلى الله لا إله إلا الله حسبي ربي جل الله على النبي صلى الله لا إله إلا الله. നേരം പോലത്തെ ചിലപ്പോൾ ക്ലിപ്പറങ്ങ മൂപ്പര് അള്ളാഹുവിനെ റസൂലിനെ പൊന്നാക്കി. പിന്നെ എൻ്റെ ആ പുളിൻ്റെ തോല് പോയി കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ എനിക്ക് ആര് പിന്നെ പ്രശ്നം ഉണ്ടാക്കിയാലും പേടിയില്ല. പണ്ടൊക്കെ ഒരു പുളി ഉണ്ടായിന്. ആളുകൾ ഇങ്ങനെ ചീത്ത പറയുമ്പോൾ ഒരു പുളി ഉണ്ടാവുമല്ലോ. ഇപ്പം വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞ് പറ്റ വെള്ളത്തിൽ 4 കൊല്ലം കൂടി കിടന്ന് പറ്റ അങ്ങോട്ട് പൊതിർന്നു കഴിഞ്ഞാൽ പിന്നെ പുളിയില്ലല്ലോ. അപ്പോൾ എനിക്ക് ആരും ട്രോൾ ചെയ്യാലും പുളിയില്ല. നിനക്ക് ഇതൊക്കെ മേലോടും പായണവർ എതിർക്കും. മൂപ്പര് അള്ളാഹുവിനെ റസൂലിനെ പൊന്നാക്കി. അള്ളാഹു റസൂൽ ഒന്നാണോ? അല്ല. അങ്ങനെയാണോ? അല്ല. അള്ളാഹ് സ്രഷ്ടാവും റസൂൽ സൃഷ്ടിയാണ്. പക്ഷെ അവർ രണ്ടാളും ദൂരെയാണോ? അല്ല. അവർ രണ്ടാൾക്കും ഒരു പേരുള്ള എത്ര സ്ഥലങ്ങളുണ്ട്. കഫ്നൂന് കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു വീണ്ടു കൊതിച്ചു ഞാൻ. ഇച്ചാമസ്ഥാൻ്റെ പാട്ടാ. ഖാദിറായ മുഹമ്മദ്. ഖാദിർ അള്ളാൻ്റെ പേരാ. ഇവിടെ മുഹമ്മദും ഖാദിറ സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ റസൂൽ മുസ്തഫ. റസൂൽ ആരാ? അറിയില്ല. ആർക്കാ അറിയാം? അറിയുന്ന ഒരാൾ ഈ ലോകത്തില്ല. റസൂൽ ആരാന്ന് റസൂലിനെ അറിയൂ. വേറൊരാൾക്ക് അറിയുമെന്ന് വാദിച്ചാൽ ഫഇന്നഹു കദ്ദാബുൻ. അവൻ സിദ്ദീഖുൽ അക്ബറിനെ അറിയില്ല. പിന്നുണ്ടോ വേറൊരാൾ? റസൂൽ ആരാന്ന് സിദ്ദീഖുൽ അക്ബറിനെ അറിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് പറ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയയില്ല. റസൂലിനെ പൂർണ്ണമായി അറിയില്ല. അഹമ്മദ് എന്നൊരു പേരുണ്ട് ഖുർആനിൽ. പുണ്യ റസൂലിന് ഒറ്റവട്ട ഖുർആനിലെ വാക്ക് പറഞ്ഞത്. മൂസ എന്ന വാക്ക് 136 വട്ടം പറഞ്ഞു. ഇബ്രാഹിം എന്ന വാക്ക് 69 വട്ടം പറഞ്ഞു. എന്നാൽ അഹമ്മദ് എന്ന വാക്ക് ഖുർആനിൽ 1 വട്ടം പറഞ്ഞു. എന്തേ? തിരിയില്ല. തിരിയാതെ വെറുതെ പറയണെന്തിനാണ്? ആർക്ക് തിരിയില്ല? ആർക്കും തിരിയില്ല. തിരിയുന്ന ആളുണ്ട്. ആ ആളോട് ഇത് പറയേണ്ട ആവശ്യമില്ല. അത് മുഹമ്മദ് മുസ്തഫയാണ്. ഇബ്രാഹിം നബിക്ക് അഹമ്മദിനെ മാനോക്കാൻ അറിയില്ല. ലം യുഅത അഹദുൻ മിനൽ അംബിയ. ഒരു നബിക്കും അഹമ്മദ് എന്ന വാക്കിന് അർത്ഥം പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഇസ്മുഹു അഹമ്മദ്. ഇസ്മു ഒരാളെ മേലോടാ. മുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹമ്മദ്. മൂപ്പര് മേലെ മൂപ്പർക്ക് അഡ്രസ്സ് അഹമ്മദ് എന്നാണ്. ഉള്ളു ഞങ്ങൾക്കറിയില്ല എന്ന് സയ്യിദുന ഈസ. വളരെ ചിന്തിക്കണം. അപ്പം അല്ലാഹുവിൻ്റെ റസൂലിനെ അറിയില്ല. ഒരിക്കലും അറിയില്ല. അവിടെ നിന്നാണ് നമ്മളെ ഈമാൻ തുടങ്ങേണ്ടത്. ബുക്ക് വായിച്ചിട്ട് കാര്യമില്ല. സീറത്തുർ റസൂൽ വായിക്കുന്നത് നല്ലതാണ്. പക്ഷെ നബിയെ തിരിയില്ല. ഒരിക്കലും നബി തിരിയില്ല. നബിയെ തിരിയാൻ വേണ്ടി സീറത്തുർ റസൂൽ വായിക്കണ്ട. സീറത്തുർ റസൂൽ കാണുന്ന ആളല്ല നബി. നബി വേറെ ആളാണ്. സിഫ അൻ മുഹമ്മദിൻ. മുഹമ്മദ് മുസ്തഫയെ പറ്റി എനിക്കൊന്ന് വർണ്ണിച്ചുതാ എന്നൊരു ജൂതൻ ഒരിക്കൽ സയ്യിദുന അലിയുനിൽ മുർത്തള തങ്ങളോട് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു ലാ ഉതീഖ്, എനിക്ക് കഴിയൂല. സിഫ് അനി ദുനിയ, സിഫ് അനി ദുനിയ. ഏ ജൂത, നീ ദുനിയാവിനെ പറ്റി ഒന്ന് വർണ്ണിച്ച് പറഞ്ഞോണ്ട. അപ്പോൾ അയാൾ പറഞ്ഞു, കൈഫ അഖ്ദിറു അനി ദുനിയ വഫീഹ അൻവാഅ മുതനവ്വഅ. എന്തൊക്കെയുണ്ട് ദുനിയാവിൽ, അതിലിപ്പോൾ എന്തെന്നാ ഞാൻ പറയേണ്ടത് നിങ്ങളോട്? അതെങ്ങനെ ഒരാൾക്ക് പറയാൻ കഴിയുക? ഫഖാല അലിയുൻ, അപ്പോൾ അലി പറഞ്ഞു, അൻത ലാ തഖ്ദിറു അൻ സിഫത്തി ദുനിയ, ദുനിയാവിനെ വർണ്ണിക്കാൻ നിനക്ക് കഴിയില്ല. വഖദ് ഖാല സുബ്ഹാനഹു വതആല ഫീ കലാമിഹി ഖുൽ മതാഉ ദുനിയ ഖലീൽ وكيف أقدر عن رجل قال الله تعالى في كلامه المجيد وإنك لعلى خلق عظيم. അള്ളാഹു ഖലീൽ എന്നതിനെ പറയാൻ നിനക്ക് കഴിയില്ല. പിന്നെ അള്ളാഹു അളീം എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ പറയും? അപ്പൊ ഇവിടുന്ന് നമ്മളെ പഠിപ്പ് തുടങ്ങുന്നുണ്ട്. നബിയെ നമുക്ക് അറിയൂല.
നബിയെ അറിയുമെന്ന് വാദിക്കുന്ന വിഭാഗങ്ങളുണ്ട്. അള്ളാഹു ആ വിഭാഗത്തെ തുടർന്ന് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആ വിഭാഗം ഉള്ളിൽ പോയിട്ടുണ്ടാവും, ഉള്ളിൽ പോവും. പുറമെ നല്ല തോലൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടല്ലോ ചില മരം കച്ചവടം ചെയ്യുന്നത്. അപ്പം നമ്മൾ പുറമെന്നിങ്ങോട്ട് അളന്നിട്ട് എന്താ പറയും, 25 കുബിക്ക് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാണ്ട് വലിയ 50 ലക്ഷം, 50,000, 60,000, 75,000 എന്നൊക്കെ പറയും. എന്നിട്ട് അളന്ന് മുറിച്ച് നോക്കുമ്പോഴോ 3/4 ഭാഗം ബെഞ്ചതിൽ കയറിയിട്ടുണ്ടാവും. എന്നാൽ പുറമെ അതോട്ട് കാണൂല്ല. ഇതിനാണ് വഹാബിസം എന്ന് പറയുന്നത്. എൻ്റെ ഉള്ളിൽ ബെഞ്ചതിൽ കയറിയതാണ്. പുറമെന്ന് അളന്നാൽ 25 കുബിക്ക് ഉണ്ടാവും. പക്ഷെ ഇത് 10,000 സാധനമില്ല. എന്തേ? ഉള്ളിൽ ബെഞ്ചതിൽ കയറി. അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നബിയെ തിരിയും എന്ന് വാദിച്ചതാണ് അവരുടെ തെറ്റ്. റബീഉൽ മുഹമ്മദിയ എന്നൊരു പ്രഭാഷണമുണ്ട് ഈ റമളാനിൽ, ഈ റബീഉൽ അവ്വലിൽ ഇൻഷാ അല്ലാഹ് നടത്തും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹിൻ്റെ ഹബീബിനെ മനസ്സിലാക്കാൻ കഴിയാം. തിരിച്ചു വരി. എന്താ പറയുന്നത്? അള്ളാഹുവിൻ്റെ പേരാണ് നൂറ്. അള്ളാഹിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ നൂറ് ഉണ്ടല്ലോ. നൂറ് എന്ന പേരില്ലേ? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ റഹ്മാനുർ റഹീമുൽ മലിക് അൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിൻ അൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാർ അൽ മുതകബ്ബിറുൽ ഖാലിഖുൽ ബാരി അൽ മുസവ്വിറുൽ ഗഫാറുൽ ഖഖാർ അൽ വഖാബുർ റസാഖുൽ ഫത്താഹ് العليم القابض الباسط الخافض الرافع المعز المذل السميع البصير الحكم العدل اللطيف الخبير الحليم العظيم الغفور الشكور العلي الحسيب الجليل الكريم الرقيب المجيب الواسع الحكيم الودود المجيد الباعث الشهيد الحق الوكيل القوي المتين الولي الحميد المحصي المبدئ المعيد المحيي المميت الحي القيوم الواجد الماجد الواحد الأحد الصمد القادر المقتدر المقدم المؤخر الأول الآخر الظاهر الباطن الوالي المتعالي البر التواب المنتقم العفو الرؤوف مالك الملك ذو الجلال والإكرام المقسط الجامع الغني المغني المانع الضار النور الهادي النور الهادي. അപ്പം നൂറ് എന്ന പേര് ആർക്കുണ്ട്? അല്ലാഹുണ്ട്, റസൂലുള്ളാഹിക്കുണ്ട്. قد جاءكم من الله نور وكتاب مبين. ഇവിടെ നൂറ് അള്ളാഹയാണെന്ന് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? ജാ എന്ന പരിപാടി അള്ളാഹ്ക്കില്ല, റഹബ ഇല്ല, ജാ ഇല്ല. പിന്നെ മാത്രമല്ല മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് നൂറുൻ, നൂറ്. അപ്പൊ അതാരല്ല? പറയ്, അള്ളാഹു അല്ല. അപ്പൊ ആ അസ്മാഉൽ ഹുസ്നയിൽ പറഞ്ഞ നൂറ് അല്ല ഈ നൂറ്, ഇത് വേറെ നൂറാണ്. പക്ഷേ ഒന്നും അതും നൂറ്, ഇതും നൂറ്. അത് ഖാലിഖായ നൂറ്, ഇത് ഖൽഖായ നൂറ്. എന്നെ അത് തിരിഞ്ഞാ ഈമാൻ കിട്ടി. മറ്റതൊക്കെ വർത്താനം പറയാണ്. ഈമാനുണ്ട്, അങ്ങനെ ഇതൊക്കെ വർത്താനങ്ങളാണ്. അതൊക്കെ പിന്നെ നമ്മളെ കയ്യിൽ ഇപ്പം എന്തേ ഉള്ളൂ? പൊട്ടിക്കരയ, പടച്ചോനെ എനിക്ക് ഈമാൻ തരണം. മുഹമ്മദിയത്ത് ഒന്നങ്ങോട്ട് തൊട്ടാൽ മതി. നല്ല നല്ല ഉണങ്ങിയ സമയത്ത് തീപ്പെട്ടിക്കൊള്ളിയും തീപ്പെട്ടിയും ഒന്ന് അപ്പോഴത്തേന് എന്തായി പറയും? അതിൻ്റെ സ്പാർക്കിങ് കത്തി. ഒന്ന് തൊട്ടാൽ മതി, കത്തും. അപ്പൊ അള്ളാഹുവിൻ്റെ മശീഅത്തും മുഹമ്മദിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറാനിയത്തും നിന്റെ കൽബിൽ തൊട്ടാൽ മതി. എന്നാൽ ആരായി? മുഅ്മിനായി. ഇല്ലെങ്കിൽ നിസ്കാരക്കാരനായി. നിസ്കാരക്കാരനെ പറ്റി ഖുർആനിൽ അവസാനം പറഞ്ഞത് നരകത്തിലാണെന്ന്. ഫവൈലുല്ലിൽ മുസല്ലീൻ. എനിക്ക് നിസ്കരിച്ച് അങ്ങനെ ഏത്തം മുക്കി നടക്കാം. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ മശീഅത്തും മുഹമ്മദിയത്തും നിന്നെ തൊട്ടാൽ ആരായി? മുഅ്മിനായി. പിന്നെ കുറഞ്ഞ നിസ്കാരവും മതിയാവും. ഇനി കൂടുതലുണ്ടായിക്കോട്ടെ, കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ കുറച്ചോ മതിയാവും.
നീ നിസ്കരിച്ചിട്ടില്ല. ഒരാൾ നിസ്കരിക്കാൻ നേരം കിട്ടിയില്ല. ഒരാൾ മുസ്തഫ നബിയിൽ സറണ്ടറായി. മുഹമ്മദ് എന്ന അല്ലാഹുവിൻ്റെ ഖൽഖായ നൂറാനിയത്തിൽ സറണ്ടറായി. ഒരു ജൂതൻ്റെ ഒരു ആട്ടിടയനായിരുന്നു അയാൾ. ഈ സംഭവം മുസ്ലിം പറയുന്നുണ്ട്. റളിയല്ലാഹു അൻഹു. ഇമാം മുസ്ലിം തങ്ങൾ ഈ ഹദീസ് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബിൽ സറണ്ടറായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് മുസ്ലിം ആകണം, ആയിക്കോട്ടെ മുസ്ലിം ആക്കാം. ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. അയാൾ മുസ്ലിമായി. പിന്നെ അയാൾ ചോദിച്ചു, ഫമാ അഫഅലു ബി ഹാദിഹിൽ ഗനം, പിന്നെ ഈ ആട്ടുംകൂട്ടം കൊണ്ട് ഇപ്പോൾ ഞാൻ എന്താ കാട്ടുക? ഞാൻ അപ്പം മുസ്ലിമായല്ലോ. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ജൂതൻ്റെ ആട് നിന്നെ വിശ്വസിച്ച് ജൂതനെ ഏൽപ്പിച്ചതാണ്, അത് നഷ്ടപ്പെടാൻ പാടില്ല. നീ മെല്ലെ 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 കൊണ്ടുപോയിട്ട് ആടുകൾ പിഴക്കാത്തൊരു വഴി, അതായത് ജൂതൻ്റെ ആട്ടുകൂട്ടിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോയാക്കിയിട്ട് മെല്ലെ പോര്. അവിടേക്ക് പോയാൽ പിന്നെ ആ ജൂതൻ പിടികൂടിയാൽ പിന്നെ പോരാൻ പറ്റൂല. അപ്പം ഏകദേശം കൊണ്ടേ ആടിലൊന്നും പേക്കാത്ത നിലക്ക്, ജൂതനാണെങ്കിലും അവനെ നിന്നെ അമാനത്തായി ഏൽപ്പിച്ച ഒരാട് അയാൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല, അത് കൊണ്ടേളാക്കിക്കളാം, എന്നിട്ട് പോരുക. അങ്ങനെ അയാൾ പോകുന്നു. അങ്ങനെ അയാൾ വീണ്ടും റസൂലുള്ളാഹിന്റെ അരികിൽ വന്നപ്പോൾ ചില സ്വഹാബികൾ പടച്ചട്ട അണിഞ്ഞു നിൽക്കുന്നുണ്ട്. ഖൈബർ യുദ്ധക്കളമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരുന്നു. നിർദ്ദേശം കഴിഞ്ഞപ്പോൾ അവർ പടച്ചട്ടയും അണിഞ്ഞ് ആയുധങ്ങളുമായി പുറത്തേക്ക് പോയി. അപ്പോൾ പുണ്യ റസൂൽ തങ്ങളോട് ഇയാൾ ചോദിച്ചു, ഇവരെടുക്ക പോണത്? അപ്പോൾ പറഞ്ഞു, ഇലൽ ഖിതാൽ, അവർ യുദ്ധത്തിന് പോവാണ്. അദ്ഹബു മഅഹും, ഞാനും പോട്ടെ. ഇയാൾ നിസ്കരിച്ചിട്ടില്ല, ഒരു ബിസ്മി പഠിച്ചിട്ടില്ല. അപ്പം റസൂലുള്ളാഹി പറഞ്ഞത്, ബിസ്മി പഠിക്കണ്ടേ? ഒരു ബിസ്മിയെങ്കിലും ഒരു ഫാത്തിഹ സൂറത്ത് പഠിക്കാൻ നോക്കി. എങ്ങായി ഇതിപ്പോൾ യുദ്ധത്തിന് നടക്കല്ലേ? അതാണോ നബി പറഞ്ഞത്? അല്ല. ഹൽ ഇൻദക മിൻ സിലാഹിൻ, നിന്റെ കയ്യിൽ വല്ല ആയുധമുണ്ടോ? ലാ യാ റസൂലുള്ളാഹി, ആയുധമൊന്നുമില്ല. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഹൽ മൻ യുഈറുഹു മിൻ അസ്ലിഹതിഹി, ആരെങ്കിലും വല്ല ആയുധം ഇയാൾക്കൊന്ന് വായ്പ കൊടുക്കും. അപ്പോൾ ഏതോ ഒരു സ്വഹാബി അയാളുടെ കയ്യിൽ സ്പെയറായുള്ള ഒരു ആയുധം കൊണ്ടുവന്ന് കൊടുത്തു. ആയുധം വാങ്ങിയ യുദ്ധത്തിലേക്ക് എടുത്തു ചാടി. അയാൾ അപ്പം മുസ്ലിമായിട്ടുള്ളൂ. അയാൾ എന്ത് പഠിച്ചിട്ടില്ല? ഫാത്തിഹ സൂറത്ത് പോയിട്ട് എന്തില്ല പറയും മനുഷ്യന്മാരെ. ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വരെ ഇയാൾ പഠിച്ചിട്ടില്ല. അത് പഠിക്കണമെന്ന് നബി ആളോട് പറഞ്ഞിട്ടില്ല. പഠിക്കേണ്ട ആവശ്യമല്ല. ഇതിനെ ബിസ്മി പഠിക്കണം. ഈ കാസിമി അതിനെ എതിർത്തു എന്നാണ്. എതിർത്തോടെ അതിനെ ഞാൻ എതിർത്തു. എനക്ക് കഴിയൂല ഇജ്ജ് എതിർക്കണ്ട. എൻ്റെ പേര് റഹ്മത്തുള്ള എന്നാണ്, അതുകൊണ്ട് ഞാൻ എതിർക്കണം. ഒരാൾക്ക് ബിസ്മി എടുക്കേണ്ട ആവശ്യമല്ല. ഇനി ബിസ്മി പഠിച്ചിട്ട് കാര്യമല്ല. ഇത് പഠിച്ചിട്ട് പോയാൽ മതി എന്ന് മുത്തുനബി പറഞ്ഞിട്ടില്ല. നിന്റെ കയ്യിൽ ആയുധം ഉണ്ടോ ചോദിച്ചു. ഇല്ല നബി. ഞാൻ ഒരു ആയുധം നേടിയ യുദ്ധത്തേക്ക് ചാടുമ്പോൾ ഒരു ബിസ്മി അല്ലണല്ലോ, അത് പഠിച്ചു പോയോ? അതും പഠിപ്പിച്ചില്ല. ആരോ ആയുധം വായ്പ കൊടുത്തു. അയാൾ യുദ്ധത്തിലേക്ക് എടുത്ത് ചാടി. ആളുകൾ നബിയുടെ ചുറ്റും കൂടി. വല്ലാത്തൊരു ധൈര്യം തന്നെ. ഇയാൾ ഇപ്പോഴല്ലേ മുസ്ലിമായത്, അപ്പോഴേ തന്നെ യുദ്ധത്തിന് പോയി. അവർ പുണ്യ റസൂലിന്റെ മുന്നിൽ നിന്ന് വിട്ടുപിരിഞ്ഞില്ല. യുദ്ധക്കളത്തിലുള്ളവർ അയാളെ ചുമന്നുകൊണ്ടുവന്നു. ഓഹു മഖ്തൂൽ, അപ്പോഴത്തേന് ഈ മനുഷ്യൻ ഷഹീദായിട്ടുണ്ട്. ഒരു ബിസ്മി പോലും ഈ മനുഷ്യൻ പഠിച്ചിട്ടില്ല. ഒരു റക്അത്ത് പോലും ഈ മനുഷ്യൻ നിസ്കരിച്ചിട്ടില്ല. സുബഹി കഴിഞ്ഞു, മുസ്ലിമായി. ളുഹറായിട്ടില്ല. അന്നേരത്തെ മുസ്ലിമായത് ളുഹറായിട്ടില്ല, അതിനുമ്പ് മരിച്ചു. പിന്നെ അയാളെ മറവ് ചെയ്യാം മുസ്തഫ. എന്തുകൊണ്ട്? അതൊന്നും മനുഷ്യന് ആവശ്യമില്ല. മനുഷ്യനൊരു രണ്ടാളെ ആവശ്യമുള്ളൂ, അല്ലാഹു റസൂലു മുഹമ്മദ്. കഴിഞ്ഞു. ഇത്ര ആവശ്യമുള്ളൂ. അതില്ലാതെ എല്ലാം കൂടി ഉണ്ടായാൽ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടക്കും. നല്ലൊരു നിസ്കാരത്താമ്പുണ്ടെങ്കിൽ എനിക്ക് കച്ചവടം ഉഷാറാവും. എങ്ങനെങ്കിലും ഒരു നെറ്റിമ്മലൊരു അടയാളം ഉണ്ടാക്കാൻ നോക്കിക്കോളി, എന്നാൽ കച്ചവടം നടക്കും. ഇനി പലർക്ക് കടട്ടാലും നടക്കും, മലഞ്ചർക്ക് കച്ചവടം നടക്കും. എന്തുകൊണ്ട്? മൂപ്പരെ കണ്ടാൽ തന്നെ ഈമാണ്ട് പറഞ്ഞാണ്ട് അവിടുന്ന് ആളുകൾ. അപ്പം നെറ്റിമ്മൽ നമുക്ക് അടയാളം ഉണ്ടായാൽ നമുക്ക് നടക്കാൻ പോണത് പൈസ കിട്ടും. ഇപ്പം സ്ഥാനാർത്ഥിയായ എനിക്ക് MLA ആകാം, മന്ത്രിയാകാം, പ്രധാനമന്ത്രിയാകാം, അതൊക്കെ ആകാം. പഠിച്ചോനെ കിട്ടൂല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ.
ഈ മനുഷ്യനെ മറവ് ചെയ്തുകൊണ്ടിരിക്കവേ പുണ്യ റസൂൽ വളരെ സന്തോഷത്തിൽ മറവ് ചെയ്യാൻ നേതൃത്വം കൊടുത്ത പുണ്യ റസൂൽ ബേക്കിലേക്ക് തിരിഞ്ഞു പോയി, നേരെ ബേക്കിലേക്ക് പോയി. فأشار النبي صلى الله عليه وسلم إلى دفنه سريعا. പെട്ടെന്ന് മറവ് ചെയ്യാൻ ഹബീബ് നിർദ്ദേശം കൊടുത്തു. നിർദ്ദേശം കൊടുത്ത് ബേക്കിലേക്ക് പോയി. അദ്ദേഹത്തെ മറവ് ചെയ്തതിന് ശേഷം സ്വഹാബികൾ മുസ്തഫ പുണ്യ റസൂലുള്ളാഹിന്റെ ചുറ്റും ഒരുമിച്ച് കൂടി. എന്തെങ്കിലും വലിയ ആവേശത്തിൽ നിന്നിട്ട് പിന്നെ എന്തേ പോയത്? അപ്പോൾ പറഞ്ഞു, റഅയ്തുൽ ഹുറൈനി തദ്ഖുലാനി ഖബ്റഹു വതൻസിഅനി കഫനഹു. രണ്ട് സുന്ദരി പെണ്ണുങ്ങൾ, സ്വർഗീയ സുന്ദരി പെണ്ണുങ്ങൾ ഖബറിലേക്ക് വന്നു. പിന്നെ ഈ മനുഷ്യന്റെ കഫം പടവയും കൊണ്ട് നമ്മൾ അവിടെ വെച്ചിട്ടുള്ളൂ. അപ്പോഴത്തിന് അവർക്കത് മാന്തിയിട്ട് അയാളെ നോക്കണം. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് നോക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പാഞ്ഞു, നിങ്ങൾ കാണുന്നില്ല, അവിടെ നിങ്ങൾക്ക് പറവിയ. ഞാനത് അവിടുന്ന് പാഞ്ഞു. ഈ ഹദീസിന്റെ അവസാനമുള്ളത് വലം യസ്ജുദ് ലില്ലാഹി സജദതൻ വാഹിദ. വലം യസ്ജുദ് ലില്ലാഹി സജദതൻ വാഹിദ. ഇയാൾ ജീവിതത്തിൽ ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല. സുജൂദ് എമ്പാടും ചെയ്തവരെ പറ്റി എന്താ പറഞ്ഞത്? ഫവൈലുൽ ലിൽ മുസല്ലീൻ. എന്താ കാരണം? ഇയാളെ മനസ്സിൽ ഒരാളുണ്ട്, ഖാലിഖായ റബ്ബുണ്ട്, ഖൽഖായ മതി, അത്ര മതിയല്ലോ. പിന്നെന്താ ഉണ്ട്, അത് മതിയല്ലോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് നമ്മളെ കൽബിലുണ്ടായോ രക്ഷപ്പെടും, അല്ലേ? രക്ഷപ്പെടൂല. ആറ്റിക്കുറിക്കാലാത്തിയ ബാക്കിയൊക്കെ ചുരുക്കാണ്. ഇപ്പൊ നിസ്കാരം അതൊരു ചുരുക്കാണ്, അമലല്ലേ ആണ്. അതിന് അമൽ എന്ത് ചെയ്യുന്നത്? ബോഡി അതിന് അത്ര വലിയ സാധനമാണോ? അല്ല. ബോഡി കുല്ലുക്കുമിൻ ആദമവ ആദമുമിൻ തുറാബ്. ബോഡി മണ്ണല്ലേ. റൂഹ് എന്താന്ന് എപ്പോഴും പഠിച്ചോൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചോദിച്ചിട്ട് പറയാതിരിക്കുക. ഒറ്റക്കട്ടിയല് ചോദ്യം, ഒറ്റക്കട്ടിയല് ചോദിച്ചോളി എന്ന് പറയുന്ന പഠിച്ചവനോട് റൂഹിനെ പറ്റി ചോദിച്ചപ്പോ ബോഡി എന്താ? ബോഡി ഈ സെൽഫ് മിട്ടി. കുല്ലുക്കുമിൻ ആദമവ ആദമുമിൻ തുറാബ്. ഈ മണ്ണ്, ഈ ലോക്കൽ മണ്ണ്, ആ മണ്ണുകൊണ്ട് ചെയ്യണ ഏറ്റവും വലിയ പണി നിസ്കാരമാണ്. മണ്ണെന്നെ വലിയ സംഭവമല്ലല്ലോ. അതിൻ്റെ അർത്ഥം നിസ്കരിക്കണ്ടെന്നല്ല. ഈ ആദ്യം എന്തുണ്ടാക്ക്? ഈമാൻ ഉണ്ടാക്ക്. ഈമാനിൻ്റെ മഹദും മലഹറും മമ്പാഴും മുഹമ്മദാണ്. ബസ് അത്രയേ ഉള്ളൂ. വളരെ ചിന്തിക്ക്. ചോദിച്ചിട്ട് പറഞ്ഞില്ല റൂഹ് എന്താന്ന് വെച്ചാൽ പറഞ്ഞില്ല. ചോദിച്ചു. ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ടല്ലേ നബി റൂഹ് എന്താന്ന്? അതന്നെ പറഞ്ഞു. നിങ്ങൾ ആളുകൾ വന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ടല്ലേ നബി റൂഹ് എന്താന്ന് ചോദിച്ചിട്ട് നിങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഞാൻ എങ്ങനെ പറഞ്ഞു തരാതിരിക്കണ്? അത് പറഞ്ഞു കൊടുത്തോ? ഇല്ല. പിന്നെ നേരെപ്പോലെ ഇട്ടു. നേരെപ്പോലെ ഇട്ടാ പിന്നെ ഇനി വർത്താനല്ലോ. നമ്മൾ സാമാനം വാങ്ങാൻ ചെന്നപ്പോഴാണ് മൂപ്പര് ആചാര്യ നെൽപ്പൊളി ഇടുന്നത്. ഇനിയിപ്പോൾ ഒന്നും നടക്കൂല. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. നെൽപ്പൊളി ഇട്ടു. നെൽപ്പൊളി. ആളുകൾ നിങ്ങളോട് വന്ന് റൂഹ് എന്താന്ന് വന്ന് ചോദിക്കുന്നുണ്ടില്ലേ? ആ റൂഹമിന് അമ്പി റബ്ബി, അതിൻ്റെ റബ്ബിൻ്റെ ഒരു കാര്യം എന്നാണ് പറഞ്ഞാൽ. എന്നിട്ട് എന്തേ തിരിഞ്ഞ് എന്താ റബ്ബിൻ്റെ കാര്യമല്ലാത്ത ഇതൊക്കെ റബ്ബിൻ്റെ കാര്യം ഒരു നിലക്ക് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഇറങ്ങിയാൽ തിരിയൂല്ല. അലഹുൽ ഖൽഖു വൽ അംറു, അംറ് മാനച്ച തിരിയില്ല. يسألونك عن الروح قل الروح من أمر ربي وما أوتيتم من العلم إلا قليلا. വളരെ കുറഞ്ഞ വിവരമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. വിവരമില്ലാത്തവരൊക്കെ വിവരമുള്ളവർ ചോദിച്ചോളി എന്ന് പറഞ്ഞ കിതാബാ ഖുർആൻ.
ഫസ്അലു അഹ്ല ദിക്രി. മച്ചന്മാരെ, നിങ്ങൾക്ക് വിവരമില്ലാത്തവരുണ്ടെങ്കിൽ ഇൻകുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്ക് വിവരമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ വിവരമുള്ളവരോട് ഒന്ന് മച്ചന്മാരെ, വിവരമുള്ളവരോട് ചോദിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വലിയ വർത്താനം പറഞ്ഞിട്ട് പിന്നെ ഏറ്റവും വലിയ അറിവാളനോട് പോയി ചോദിച്ചു. അള്ളാഹ് അറിഞ്ഞും ചെയ്തു ചോദിച്ചിക്കണ്. ഇന്ന് അങ്ങനെ ബുദ്ധിമുട്ടിക്കണുണ്ട് അള്ളാഹ് അറിഞ്ഞു. എന്നിട്ട് അള്ളാഹ് എന്നെ പറഞ്ഞു, അങ്ങനെ ബുദ്ധിമുട്ടിക്കണില്ലേ, അത് എൻ്റെ ഒരു കാര്യം എന്നാണ് പറഞ്ഞാൽ. പിന്നെ എന്ത് പറഞ്ഞാളി, കുറഞ്ഞ വിവരമല്ലാതെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശമില്ല, അത് നിങ്ങൾക്ക് വഹിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് പൂതി ഉണ്ടാവും അത് കിട്ടണം. ഒരു സാധനം ഹെഡ് ലോഡ് ചെയ്യുന്ന ഒരാൾക്ക് ഇവിടുന്ന് കൊണ്ടോട്ടിക്ക് ഒരു 10 കിലോ 100 കിലോ കൊണ്ടുപോവാണെങ്കിൽ കിലോക്ക് പിന്നെ 1 കിലോക്ക് 10 റുപ്യ തരാം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് പൂതി ഉണ്ടാവും, ഒരു 200 കിലോ ഇനി കയറ്റി കൊണ്ടുപോയാൽ മതി. എന്നാൽ എനിക്ക് 100 കിലോന് 1 കിലോന് 10 റുപ്യ ആണെങ്കിൽ 100 കിലോന് 1000. അപ്പോൾ ഒരൊറ്റ നടത്തം കൊണ്ട് എനിക്ക് 2000 റുപ്യ കിട്ടുമല്ലോ നോക്കാൻ പൂതി ഉണ്ട്, പക്ഷെ അവന് വഹിപ്പാൻ കഴിയൂല. ഇങ്ങോട്ട് നോക്കി, നിന്റെ മുഖത്തേക്ക് നോക്കി. എന്തുകൊണ്ടാണ് റൂഹിനെ പറഞ്ഞു തരൂല എന്ന് പറഞ്ഞത്? റൂഹിൻ്റെ ബാപ്പ തിരിയാത്ത ആളാണ്, മണ്ണിൻ്റെ ബാപ്പ തിരിയുന്ന ആളാണ്. അബുൽ അർവാഹ് മുഹമ്മദുൻ വ അബുൽ അജ്സാദി ആദം. തിരിഞ്ഞില്ല. ആദമിൻ്റെ ബാപ്പയാണ് ആര്? മുഹമ്മദ് മുസ്തഫ. റൂഹിൻ്റെ ബാപ്പയാണ് മുഹമ്മദ്. ആ ആളെ തിരിയില്ല, അതുകൊണ്ട് റൂഹിനെ തിരിയില്ല. ആദമിനെ തിരിയും. ആദമ മണ്ണാണ്. കുല്ലുക്കുമിൻ ആദമ വ ആദമുമിൻ തുറാബ്. ആദം നബിൻ്റെ ബാപ്പയാണ് മുഹമ്മദ് മുസ്തഫ. നബിൻ്റെ ബാപ്പയാണ് ആദം നബി. മണ്ണിൽ റൂഹിലോ 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 ആദമിൻ്റെ ബാപ്പയാണ് മുഹമ്മദ്. ഇബ്ലീസ് എങ്ങാനും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലുള്ള മുഹമ്മദ് ഈ പ്രകാശം കണ്ടിരുന്നുവെങ്കിൽ മലക്കുകളെ മുന്നിൽ സുജൂദിൽ വീഴും. മലക്കുകൾക്ക് ആ പ്രകാശം കാണാൻ കഴിഞ്ഞു, ഇബ്ലീസിന് ആ പ്രകാശം കാണാൻ കഴിഞ്ഞില്ല. ആദമിന്റെ ബാപ്പയാ മുഹമ്മദ്. ആദമിന്റെ ബാപ്പയാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റൂഹിന്റെ അസ്ല് മുഹമ്മദ് മുസ്തഫയാണ്. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. അതിന് വെളിച്ചം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളിനെ ഇരുട്ടാക്കണം. അതോടെ ശുദ്ധമായ വെളിച്ചത്ത് തന്നതാ. മണ്ണിന്റെ അസ്ല് ഇരുട്ട, റൂഹിന്റെ അസ്ല് വെളിച്ച. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ല എന്നാ തോന്നുന്നത്. വെളിച്ചമുള്ള റൂഹിനെ മണ്ണിലേക്ക് ലയിപ്പിച്ചിട്ട് ഇരുട്ടാക്കും. അതാണ് ഫാസിഖിൻ്റെയും മുബത്തദിഇൻ്റെയും കാഫറിൻ്റെയും റൂഹ്. ആ അവസ്ഥയെ തൊട്ട് നമ്മളെ കാക്കട്ടെ. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എന്നാൽ അടിസ്ഥാനപരമായി റൂഹ് ശുദ്ധിയായിരിക്കും, നല്ല ശുദ്ധിയാണ്. പിന്നെന്തായി ഈ റൂഹിനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് റൂഹ് ഇവിടെ വന്നപ്പോൾ എന്തായി? റൂമിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. റൂഹി എന്നാൽ ഒരു കണ്ണാടിയാണ്, തിരിഞ്ഞു നോക്കിയില്ല. ഓളെ എന്ത് ചെയ്യും? ഓൾ റൂം അടിച്ചു വാരും. റൂമിൽ എന്ത് ചെയ്യും? കുറച്ച് പെനോയിലൊക്കെ ഒഴിച്ച് റൂമൊക്കെ നല്ലോണം ഉന്തും. പക്ഷേ കണ്ണാടി അവസാനം ഓളെ മുഖവും ഓളെ എന്താ പറയുക കൊന്ത്രമ്പള്ളി വരെ അതിൽ നോക്കിയാൽ കാണൂല. എന്ത് 12 കൊല്ലായി കണ്ണാടി ഒന്ന് മനുഷ്യന്മാരെ, നമ്മളെ തമ്മിലൊരു വിരോധമില്ലല്ലോ. പറയും ആ കൊന്ത്രമ്പള്ളി വരെ ഇതിൽ കാണുന്നില്ല. എന്തുകൊണ്ട് കാണൂല? എന്തുകൊണ്ട് കാണൂല? കണ്ണാടി കൊല്ലങ്ങൾ 15 കൊല്ലായി ആ അലമാര വെച്ച് ആ കണ്ണാടി ഒന്നും തുടച്ചിട്ടില്ല. അതിനെ അവൾ നസിയം മനസ്സിലായി. മറന്നു. ഇപ്പോൾ അതിലൊന്നും കാണാൻ സാധ്യല്ല. അപ്പൊ എന്തായിന്നറിയോ? ഇരുട്ട് വ്യാപിച്ചു. എന്തുമേൽ? കണ്ണാടിമേൽ. ഇരുട്ട് ആരുടെ സ്വഭാവമാണ്? തറയുടെ സ്വഭാവമാണ്. ആരുടെ സ്വഭാവമല്ല. ഒന്ന് കൂടി വരി. കണ്ണാടിയുടെ സ്വഭാവമല്ല. കണ്ണാടി സ്വഭാവം സൊഫിയത്താണ്, ശുദ്ധതയാണ്. പക്ഷേ എന്തായി? ശുദ്ധീകരിക്കാൻ നടക്കാത്തത് കൊണ്ട് മണ്ണിന്റെ സ്വഭാവം ആരിലേക്ക് വന്നു? കണ്ണാടിക്ക് വന്നു. ഇനി പറ്റൂല.
അതാണ് ഹവ. വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറതും ബിസ്സൂ. ഹവ നമ്മാറത്ത് ബിസ്സൂ ഇത് വന്നു. പിന്നെ റൂഹ് അതിൻ്റെ പറ്റി. അങ്ങനെയാണല്ലോ. ആദ്യം റൂഹ് വന്നപ്പോൾ റൂഹിന് ഭയങ്കര വിഷമേന് ഈ ജസദിൽ എങ്ങനെ നിൽക്കുക. ഒരുത്തൻ ഒരാളുടെ മകളെ മുക്കുവക്കുടിവിലേക്ക് കെട്ടിക്കൊണ്ട്, അപ്പൊ പുതിയണ്ണിനെ കൊണ്ടേയാക്കി ബസ്സിൽ വന്ന പെണ്ണുങ്ങളൊക്കെ അവിടെ ആക്കി പിരിയാൻ പോയപ്പോ ഒളടുക്കായിരുന്നു. ഞാൻ എങ്ങനെ ഇവിടെ പാർക്കുക? ഇവിടെ ഞണ്ടിന്റെ വാസനയും പറയുമക്ഷന്മാരെ അതിന് മുഖാരി ഓതുണ്ടല്ലോ, കല്ലുമക്കായന്റെ വാസനയും ഏട്ടന്റെ വാസനയും, ഏട്ടനല്ല ഏട്ട, ഐലന്റെ വാസനയും മത്തിന്റെ വാസനയും. ഇവിടെ എങ്ങനെ ഞാൻ പാർക്ക വല്യമ്മേറെ ഓൺ കഴിഞ്ഞു. അപ്പോ വല്യമ്മ പറഞ്ഞു, സാരല്ല ഇത് നിക്ക്, നമുക്ക് നാട്ടിൽ തന്നെ ഒരു പരണ്ടാക്കി ഓനെ അങ്ങോട്ട് വിളിക്കാം. ഇതിപ്പോൾ തൽക്കാലം ഒന്ന് അടങ്ങ്, ഓ നല്ല മസിലൊക്കെ ഉള്ള നല്ല ബാല്യക്കാരനാണ്, സാരല്ല ജും അവനെ പോറ്റാൻ കഴിയും, നിൽക്കിച്ച് കുറച്ചേരം മുണ്ടാ നിൽക്ക് കുഞ്ഞിമ്മോ എന്ന് പറഞ്ഞ് പറത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ ഇടക്കിടക്കും വരുമ്പോഴൊക്കെ ഓള് കാര്യം 5-6 മാസം കഴിഞ്ഞ് 5-6 മാസം കഴിഞ്ഞപ്പോൾ ബാപ്പയും ഉമ്മയൊക്കെ വിരുന്നപ്പോൾ ഓള് പറഞ്ഞ് ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇങ്ങോട്ട് കേറാൻ വയ്യ. ഇപ്പൊ അൽഹംദുലില്ലാ ഇപ്പൊ അതൊരു മനുഷ്യന്റെ പേരായി കിട്ടി. എന്തിപ്പോ ഇവിടെ നടന്നത്? പറയാം മനുഷ്യ, എന്തിവിടെ നടന്നത്? ഇവിടെ ഓളം മൂക്ക് അവിടുത്തെ വാസനയോട് യോജിച്ചു. മുക്കുവക്കുടിയിൽ വാസന ഇല്ലാതിരിക്കൽ അസംഭവ്യമാണ് എന്ന് പറഞ്ഞ മാതിരി നമ്മൾ റൂഹ് ഇങ്ങോട്ട് തന്നപ്പോൾ ഈ പായൻ്റെ ഉള്ളിൽ ഞാൻ എങ്ങനെ നിൽക്കാന്ന് കുറച്ച് കുറഞ്ഞ് കരഞ്ഞിരുന്നു. ആര്? റൂഹ്. പിന്നെ റൂഹിൻ്റെ അമ്മായി കൊടിയനായി. ആരുടെ? ജസദിൻ്റെ. അപ്പം പിന്നെ പോലെ ഒറ്റക്കെട്ട. ഇപ്പം ജസദിൻ്റെ സ്വഭാവം ആർക്കും വന്നു. അപ്പോഴേ മുഹമ്മദിയത്ത് പോയി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുഹമ്മദിയത്ത് ഉണ്ടെങ്കിൽ ആ ജസദിനെ സഹിക്കാൻ റൂഹിന് കഴിയില്ല. ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ എന്ന് പറഞ്ഞാൽ ഒരു ഖത്തം തീർക്കാൻ ഒരു കാലം മതി. അതാരുടെ സ്വഭാവം? റോഹിൻ്റെ സ്വഭാവം. റോഹ് അൺലിമിറ്റഡാണ്. ആ സ്വഭാവത്തിലേക്ക് ജസദ് മാറും. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയ കൂത്തിലുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ത്വാലിബുൽ മക്കി എന്ന മുൻകാല ഉലമാക്കളിൽപ്പെട്ട അഗ്രേസരനായ പണ്ഡിതൻ ഉലമാഇനെ പറ്റി വിശദീകരിക്കുന്നിടത്ത് കൂത്തുൽ ഖുലൂബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടകത്തിൻ്റെ ഒരു കാൽ ചവിട്ടിയിൽ ഒരു കാലാണ് വെച്ചാൽ അടുത്ത കാൽ അപ്പുറത്താണ് വെക്കുമ്പോഴത്തേന് യഖ്തിമുൽ ഖുർആന മറത്തൻ വാഹിദ ബിതതബ്ബുരി മഅനി. ഖുർആൻ്റെ മുഴുവനും ആയത്തുകൾ ചിന്തിച്ചുകൊണ്ട് ഒരു വട്ടം ഖത്തം തീർക്കും. ആര്? അലി റളിയല്ലാഹു അൻഹു. അതെങ്ങനെയെന്ന് എനിക്കറിയില്ല. അറിയണമെങ്കിൽ ഞാനും അതിനും അങ്ങനെ തൗലിയ പാപ്പയുണ്ടേ. പക്ഷെ ഇത് കൂത്തിലുണ്ടാവാക്ക്. ഇത് ഉസ്താദന്മാരോട് ചോദിക്കും, കൂത്തിലുണ്ടാവാക്ക്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. എന്റെ അത് റൂഹിന്റെ സ്വഭാവമാണ്. ജസദ് അവിടുക്കെത്തി. മനസ്സിലായല്ലോ? റൂഹിന്റെ വാപ്പയാരാ? മുഹമ്മദ് മുസ്തഫ. മണ്ണിന്റെ വാപ്പയാരാ? ആദം. അത് അസലിട്ടാണ്. പിന്നെ എങ്ങനെ ആദമിൽ വെളിച്ചുണ്ടായി? വെളിച്ചം മുഹമ്മദിയത്തിന് കയറി. അത് ഈ ബിരിയിൽ കണ്ടു, മീക്കായിൽ കണ്ടു, വീണു. മനസ്സിലായില്ല? അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് മനസ്സിലാക്കണം. മനസ്സിലാവൂല എന്നെങ്കിലും മനസ്സിലാക്കണം. വെളിച്ചം മുസ്തഫ നബിയാ. ഒരു നൂറിനെ പടച്ചു. ആ 100 തനവ്വാണ്. ഇതൊക്കെ ഇരുട്ടോ എന്നാ പടച്ച തന്നെ. പക്ഷേ ഇരുട്ട് അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്തതാണ്. ഇരുട്ട് എതിര് ദിശയിലേക്ക് പോകും. ഇരുട്ടിന് വെളിച്ചമാകാൻ കൊതിക്കുന്ന നമ്മൾ ഇരുട്ടിനെ തൊണ്ട് കാവലിനെ ചോദിക്കും. ഇപ്പൊ ചോദിച്ചല്ലോ. ഇപ്പൊ നിങ്ങൾ തുടങ്ങിയപ്പോൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതിയില്ലേ? ഓതിയോ അല്ലേ? നിങ്ങളിപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതിയോ അല്ലേ? ഓതിയാലോ? എന്നാ മനോക്കി. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ. രാത്രിയുടെ ഇരുട്ട് മുറ്റിയാൽ ഉണ്ടാകുന്ന ആപത്തിനെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അപ്പൊ ഇരുട്ടിനെ തൊട്ട് കാവൽ ചോദിക്കുക.
പകല് പരിപാടി അടുത്താണെങ്കിലും ഇരുട്ടിനെ പറ്റി കാവൽ ചോദിക്കും. പകലാണ് എന്നാലും ഇരുട്ടുണ്ടാവും. എന്തുകൊണ്ട്? സൂര്യന്റെ വെളിച്ചേ ഉള്ളൂ, ഇവിടെ വെളിച്ചം ഉണ്ടായിക്കോളുന്നില്ല. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ല, മനസ്സിലായില്ലേ? പറഞ്ഞ ചിന്തിക്ക്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഓത് മാനോക്ക്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ. രാത്രിയുടെ ഇരുട്ട് മുത്തിയാൽ ഉണ്ടാകുന്ന ആപത്തിനെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു റബ്ബേ. വിളിച്ചോ, ഇരുട്ടി വെളിച്ചാകാൻ നമ്മൾ കൊതിച്ചു. വജഅല്ലി നൂറൻ വജഅൽനീ നൂറ. എനിക്ക് വെളിച്ചം തരണം, എന്നെ തന്നെ വെളിച്ചമാക്കണം. ഇരുട്ടോ, ഇരുട്ടിനെ തൊട്ട് ഞാൻ ചാവൽ ചോദിക്കുന്നു. ആരാ വെളിച്ചം? മുഹമ്മദാ. അങ്ങനെ മുക്കണം. പഴയ കാലത്തുണ്ടായിരുന്നു, എന്താ പറയുക, പഴയ കാലത്തുണ്ടായിരുന്നു സൂപ്പർ വെയ്റ്റിൻ്റെ കഷ്ട. സൂപ്പർ വെയ്റ്റ് എന്നൊക്കെ പറഞ്ഞു. ഉജാലൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ അമ്മയും ഞാനും ഉമ്മാക്ക് വാപ്പാൻ്റെ തുണിയും കുപ്പായം അലക്കും. വാപ്പ നല്ല കടക്ക് ഇസ്തിരിട്ട തുണിയും പാക്കിട്ടുള്ളൂ. അപ്പോൾ ഉമ്മ ഞാൻ അലക്കി കൊടുക്കും. ഉമ്മ അത് എന്ത് ചെയ്യുന്നറിയോ? സൂപ്പർ വെയിറ്റൊക്കെ ഉമ്മയെ മുക്കുക. അന്നത്തെ സൂപ്പർ വെയിറ്റ് പറഞ്ഞാൽ ഒരു കട്ടയാണ്, ഒരു 3, 4, 5, 8, 10 കല്ല് ഇത്ര പോകുന്നത്. അത് കണ്ടവർക്കൊന്ന് കൈ വെക്കുക. എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് ഇന്നെ തന്നെ നോക്കുക. എന്നാൽ 4 ആളത് കണ്ടവരുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്. സത്യമല്ലേ? എന്തായിരുന്നു? അങ്ങനെ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ വലിയ കറുത്ത താടിക്കാരായ മൂല്യന്മാരൊക്കെ ജനിക്കണതിന് മുമ്പ് അത് പോയി. എന്നെ പോലത്തെ വെളുത്ത താടിക്കാരെ അതൊക്കെ കണ്ടിട്ടു. എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു എന്ത്? സൂപ്പർ വൈറ്റിൻ്റെ കട്ട. അങ്ങനെ ഒരു ശീലയിൽ ഇങ്ങനെ എന്നിട്ട് എന്താ ചെയ്യുക? ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് ഇതിനൊന്നും തോടും, പിന്നെ അത് പിന്നെ എടുത്തേക്കും, അത് ഉപ്പിക്ക് എടുത്തേക്കും, അങ്ങനെ ആക്കും. അപ്പം മുഹമ്മദി എന്ന ആ നൂറാനിയത്ത് പിന്നെയാണ് എടുത്തേക്കും. ഇപ്പം എന്തായി? മൂമിനായി. അതിൽ അത് മുക്കാതെ വെള്ളത്തിൽ മുക്കിയിട്ട് എന്താ കാര്യം? സൂപ്പർ വെയിറ്റ് മുക്കാതെ യാസിനോദിച്ച് വല്ല കാര്യമുണ്ടോ? കുറച്ചോണെ സൂപ്പർ വെയിറ്റ് ആണോ? അതിനുള്ള കറാമത്തൊന്നും നടക്കില്ലല്ലോ. മനസ്സിലായില്ലേ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ എന്താണ് ഈ കിജി കെട്ടാണ്? എന്ത് പറയും? മുഹമ്മദിയത്ത് അന്നൂറാനിയ. ഈ മുഹമ്മദിയ നൂറാനിയത്ത്. നൂറാര റബ്ബ്, നൂറാര മുഹമ്മദ്. രണ്ടും ഖുർആൻ. അല്ലാഹു നൂറു സമാവാതി വൽ അർദ്. അത് നൂറ്. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ. ഇതും നൂറ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് على النبي صلى الله لا إله إلا الله. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു സ്വലാത്ത് താജ് ചൊല്ലുക, പഠിച്ച ഇൽമു നാഫിയാകാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു اللهم صل على سيدنا ومولانا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم جسمه مقدس معطر متخر منور في البيت والحرم شمس الضحى نور الهدى مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم
والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصود سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وعلى آله وصحبه وسلموا تسليما اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب الخواتم ويستسقى الغمام بوجهه الكريم وعلى آله في كل لمحة ونفس بعدد كل معلوم لك سبحان ربك رب العزة عما يصفون سلام على المرسلين الحمد لله رب العالمين ربنا العلم نافع كتير علم نافع كتير علم نافع كتير علم نافع كتير علم نافع كتير واكل صواب لك كتير صدق ما تنبر حق ما تنبر بك باطل أن تطيع لك ദുനിയാവാഖിറവും സഹലാക്കി തരണം ദുനിയാവാഖിറവും സഹലാക്കി തരണം ദുനിയാവാഖിറവും സഹലാക്കി തരണം നിന്റെ പൊരുത്തം തരണം ഈ മജ്ലിസിൽ കടന്ന് എല്ലാവർക്കും മുഹമ്മദിയായ എന്ന നൂറാനിയായ മുഹമ്മദി അന്നൂറാനി സ്വീകരിക്കാൻ തൗഫീഖ് തരണം എല്ലാവരുടെ ഖൽബിൻ്റെ ഉള്ളിലും അതൊന്നങ്ങോട്ട് കയറണം റബ്ബേ അതൊന്നങ്ങോട്ട് കയറണം إن بيتا أنت ساكنه ليس محتاجا إلى السرج ولا വീട്ടിലും നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയെ വല്ല വീട്ടിലും നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയെ ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി വല്ല വീട്ടിലും നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയെ يا مصابيح الهدى يا مصباح المصابيح يا رسول الله صلاة والسلام عليك يا رسول الله صلاة والسلام عليك يا حبيب الله صلاة والسلام عليك يا رحمة للعالمين خذ بيدي قلت حيلتي أدركني يا رسول الله يا حبيب الله ഈ നാട്ടുകാർ ഈ റബീഉൽ അവ്വൽ ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചല്ലോ പഠിച്ചവനെ ഈ ഒരു മഴയത്ത് അവർക്കിനി വലിയ ചിലവ് വന്നിട്ടുണ്ടാവില്ല റബ്ബേ എല്ലാ വീടുകളിലും മുഹമ്മദി നൂറാനിയത്ത് നിറച്ചു കൊടുക്കണമേ റബ്ബേ എല്ലാ മക്കളൊക്കെ നിരീശ്വരവാദികളും ലിബറലിസ്റ്റുകളുമാകുന്ന ഇക്കാലത്ത് ഞങ്ങളെ മക്കളെ മുഴുവൻ മൂമിനാക്കി തരണമേ എല്ലാ മക്കളും ഇതിൽ പങ്കെടുത്ത ഓരോരോ മക്കളും പങ്കെടുക്കാൻ കുതിച്ചോരോ മക്കളും എന്തോ സന്ദർഭവശാൽ വരാൻ കഴിഞ്ഞില്ല ഇതിൽ വരണമെന്ന് പൂതിയുണ്ട് മുസ്തഫ റസൂലുള്ളാഹിയുടെ നൂറാനിയത്ത് പറയുന്നത് കേൾക്കാൻ പൂതിയുണ്ട് എല്ലാ വീടുകളിലെയും നൂറാനിയത്ത് നിറക്കണമേ റബ്ബേ ഞങ്ങളെ മക്കൾ ആരാൻ്റെ വിറക് വെട്ടികളാകരുത് റബ്ബേ ആരാൻ ചേരുംപടി ചേർക്കുന്നവരാകരുത് റബ്ബേ ഞങ്ങളെ മക്കൾ സ്വാലിഹീങ്ങളും ഇസ്സത്തുള്ള യോഗ്യന്മാരുമാക്കണമേ റബ്ബേ തൗഫീഖ് ചെയ്യണമേ റബ്ബേ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് പറഞ്ഞതിൻ്റെ സൊല്യൂഷൻ പറയാം, നാളെ വേറെ പറയും. ഇന്ന് നമ്മൾ അവസാനം പറഞ്ഞു വെച്ചു കൊടുത്തത് എല്ലാം മുഹമ്മദിയത്ത് എങ്ങനെ കയറുക. നമ്മൾ അവസാനം പറഞ്ഞ ഉപമ എന്താ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താ നമ്മൾ അവസാനം പറഞ്ഞ ഉപമ എന്താ? തൊട്ടി, പച്ചവെള്ളം, സൂപ്പർ വെയിറ്റ് അല്ലേ? ഒന്ന് പറയും മനുഷ്യന്മാരെ, ഒന്ന് പറയും മനുഷ്യന്മാരെ. തൊട്ടി, തൊട്ടി, പച്ചവെള്ളം, സൂപ്പർ വെയിറ്റ്. നീ വെള്ളത്തേക്ക് സൂപ്പർ വെയിറ്റ് കയറണം. എന്താ ചെയ്യുക? എന്താ ഞാൻ ചെയ്യുക?
സ്വഹബത്തുൽ മുജാവറ. ഒന്ന് സാവസിച്ചാൽ എന്തുണ്ടാകും? സൂപ്പർ വൈറ്റ് എത്ത് എന്തിലേക്ക് കയറി? വെള്ളത്തേക്ക് കയറി. ബിസ്വഹബ. അതിന് ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യം കിട്ടിയവർ സ്വഹാബികളാണ്. അവരെക്കാൾ വലിയ ഔലിയപ്പാപ്പ ലോകത്തില്ല. ഒരു മൊയ്തീൻ ഷേഖും ഇല്ല, ഒരു റിഫായ് ഷേഖും ഇല്ല. റിഫായ് ഷേഖൊക്കെ സ്വഹാബികളെക്കാൾ മാനാന്നൊരു ഒരാൾ വാദിച്ചാൽ ഓൻ്റെ പേര് സുന്നി എന്നല്ല, ഓൻ്റെ പേര് നൊണച്ചി എന്നാണ്. മനസ്സിലായില്ലേ? ഒരു സ്വഹാബിയുടെ രോമത്തമ്മ കെട്ടാൻ ഒരു മൊയ്തീൻ ഷേഖുല്ല, റിഫായ് ഷേഖുല്ല. അവർക്കൊരു പേര് കിട്ടിയിട്ടുണ്ട്. എന്ത് പറ ചങ്ങായി? സ്വഹാബി. എന്താ സ്വഹാബി? കാണുക, ഒന്ന് തൊടുക, അങ്ങനെയാണ് തൊടുക, തൊട്ട മതി, നന്നായി. നബി ഒന്ന് കാണുക, നബിന്റെ മുന്നിൽ പോയിരിക്കുക മതി. സ്വഹബത്തുൽ മുജാവറ. മുല്ലപ്പൂമ്പൊടിയേറ്റു കിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. കല്ലിനുണ്ട് ഭംഗി, മുല്ലപ്പൂമ്പൊടിയാണ് ഇമ വീണതെങ്കിൽ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അള്ളാഹു നാഫിയ ഇൽമിനെ തരട്ടെ. എന്താ ഒരു മൈദീൻ ഷേഖ് അവിടെ എത്തൂല. അങ്ങനെ വാദിച്ചവൻ കള്ളനാ. ഒരാളെത്തൂല, ഒരൗലിയപ്പ പറ്റൂല. സ്വഹാബിയുടെ അടുത്തേക്ക് ആ സ്വഹാബി കൻജൂമി ഫബിഐഹി മുഖ്തദൈതും ഇഹ്തദൈതും. അവർ ഏത് നാട്ടിലെത്തിയാലും ആ നാട്ടിൽ ഹിദായത്ത് കിട്ടും. ലാ തസ്ബു അസ്ഹാബി, എൻ്റെ സ്വഹാബികളെ നിങ്ങൾ ചീത്ത പറയരുതേ. ചില സ്വഹാബികളെ ആക്ഷേപിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട് ഇന്ന്. അവരെ കാണാൻ പോലും പാടില്ല. അവരെ മുഖത്ത് നോക്കിയാൽ, അവരെ പ്രസംഗം കേട്ടാൽ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോവും. അള്ളാഹു അവസ്ഥയെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഏത് സ്വഹാബിയെ ആക്ഷേപിച്ചാലും, ഏത് സ്വഹാബിയും എന്തുകൊണ്ട്? അവരാരാ? സ്വഹാബിയ. അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? അസ്ഹാബി കന്നുജൂമി ഫബിഐഹി മുഖ്തദൈതും ഇഹ്തദൈതും. എൻ്റെ സ്വഹാബികൾ നക്ഷത്രങ്ങളെ പോലെയാണ്. അവരിൽ ആരെ പിടിച്ചാലും നിങ്ങൾക്ക് ഹിദായത്ത് ഉറപ്പാണ്. എന്താ സ്വഹാബി ചെയ്തത്? നബിയെ കണ്ടു. ചിലപ്പോൾ നബിയെ കണ്ടില്ല, നബി അവരെ കണ്ടു. സ്വഹാബി കുരുടനാണ്, ആരെ കണ്ടിട്ടില്ല? പറ മോനെ. പക്ഷെ നബി ആരെ കണ്ടു? അത്ര മതി, അത് മതി. വള്ളിയിലൂടെ ഊർജം കൊടുക്കേണ്ടത് കരണ്ടിൻ്റെ കയ്യിലുണ്ട്. കരണ്ടിന് അങ്ങോട്ട് ഊർജം കൊടുക്കാൻ വള്ളിക്ക് കഴിയൂല. വള്ളി വേദിയ. എന്തിൻ്റെ? കരണ്ട് പാസ് ചെയ്യാൻ. സ്വഹാബിയുടെ റൂഹും ജസദും വേദിയ. ഹബീബായ റസൂലുള്ളാഹിയുടെ നൂറാനി അൽ മുഹമ്മദി നൂറാനിയത്ത് ഇങ്ങോട്ട് കയറാനുള്ള വേദിയാണ് ആര്? സ്വഹാബി. ആ സ്വഹാബിയെ കണ്ടാൽ നമുക്ക് ഹിദായത്ത് കിട്ടും. സ്വഹാബിയോ അവർ വ്യക്തമായ വഴികേടിലാണെങ്കിൽ പോലും, അവരെപ്പോലത്തെ വഴികേട് ആരായത്? അവരെപ്പോലത്തെ വഴികേട് ആരാ ചെയ്ത്? ഒരാൾ ഹബീബ നബിയോട് വന്നില്ലേ, പറഞ്ഞില്ലേ, ഒരു സ്വഹാബി ഞാനൊരു അപരാധം ചെയ്തു, എനിക്ക് പടച്ചവും പുറത്തു തരൂല. അപ്പോൾ പറഞ്ഞു ഒരാൾ മുസ്ലിമായാൽ എല്ലാം പുറത്തു കിട്ടും നിനക്കറിയില്ലേ, എന്നാൽ എനിക്ക് പുറത്തു തരൂല നബി, എനിക്ക് പേടിയാണ്. എന്താ ചെയ്ത്? അപ്പോൾ പറഞ്ഞു എനിക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഞാൻ ആ പെൺകുട്ടി വളർന്ന് വലുതായി. അപ്പോൾ എൻ്റെ ചങ്ങായിമാർക്ക് കാട്ടിക്കൊടുക്കാതെ ഞാൻ വീട്ടിൽ കിടത്തി. കാരണം പെൺകുട്ടിയെ, ഒരു പൊരയിൽ പെൺകുട്ടി ഉണ്ട് എന്ന് പറഞ്ഞാൽ വീട്ടുകാരെ ചങ്ങായിമാർ കളിയാക്കും. ഇപ്പം പെൺകുട്ടിയെ പോറ്റുന്നുണ്ട്. കാരണം പെൺകുട്ടി ജനിച്ചാൽ കൊന്നോളണം, അതാണ് നിയമം. അക്കാലത്തെ നിയമം അങ്ങനെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്? എൻ്റെ പെൺകുട്ടിയെ ഞാൻ ആരും കാണാതെ വളർത്തി. ഒരു ദിവസം എന്നെ അന്വേഷിച്ച് എൻ്റെ ചങ്ങായി വന്നപ്പോൾ എൻ്റെ പെൺകുട്ടിനെ കണ്ടു. അവൻ ക്ലബ്ബ് പോയി കളിയാക്കി. ഞാൻ വൈകുന്നേരം ചിലപ്പോൾ എന്നെ പെരുങ്കളിയാക്കി. കള്ള പെൺകുട്ടി ഉണ്ടല്ലേ, മാനക്കടായി. ഞാൻ പ്രത്യേകിച്ച് അറബികളാണ്, ഉഷിറന്മാരാ, മാനക്കേട് സഹിക്കാൻ കഴിയില്ല. പെണ്ണുങ്ങളോട് പറഞ്ഞു, നാളെ കുട്ടീനെ നന്നാക്കി ഒരുക്ക്, എനിക്കൊരു വൈക്ക് പോകാണ്ട്. ഞാൻ കൊണ്ടുപോയി. ഞാൻ കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി. എന്ത് ചെയ്തു? ഞാൻ മെല്ലെ ഒളിപ്പിച്ചു വെച്ചു. മൺവെട്ടി കൈക്കോട്ടി ഞാൻ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് ഞാൻ മോളെ കൊണ്ടുപോയി മരുഭൂമിയിൽ ഒരു മരച്ചോട്ടിലിരുത്തി. എന്നിട്ട് ഞാൻ ഷഖഖത്തുൽ അർള, ഭൂമിയെ ഞാൻ വെട്ടി കുഴിയാക്കി. മോള് ഇടക്കിടക്ക് വന്നാണ് പറയും, ഉപ്പച്ചിയെ എന്തിനാ അങ്ങനെ ഇടങ്ങാറാകുന്നത്, എന്തിനാ ഉപ്പച്ചി ഇങ്ങനെ വിയർത്ത് കുളിക്കണത്. അപ്പോഴും ഞാൻ അവിടെ പോയി ഇരുന്നു പറയും. അവസാനം കുഴിയുടെ
ആ അടിഭാഗം കുടിസായ ഒരവസ്ഥയിലെത്തി. വലിയൊരു കുഴി ഉണ്ടാക്കി. മോളോട് ഇവിടെ വന്ന് നോക്കുകയാണ്. ഞാൻ കുഴിയിൽ നിന്നാണ് കയറി. മോള് വന്ന് നോക്കണോടെ അവിടെ പെരടി പിടിച്ച് ഒറ്റ തള്ളുകളി. പിന്നെ അതിൻ്റെ മേലെ ഞാൻ മണ്ണ് വാരിട്ട് പോന്നു. അവസ്ഥത്തോടെ നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അല്ലാ പടച്ചോനെ, എന്തായി പറഞ്ഞ് ഇതല്ലേ ചെങ്ങായേ വൈകാനും കബിലുലഫി. ഈ മനുഷ്യൻ ആ മനുഷ്യനൊന്ന് നോക്കി, അതോടുകൂടെ കന്നുജൂമി കന്നജിമി, ഈ മനുഷ്യൻ ആരെപ്പോലെയായി പറ മനുഷ്യ, നക്ഷത്രം. ഫബി അയ്യിഹി മുഖ്തദൈതും ഇഹ്തദൈതും. ഇതാണ് മുഹമ്മദ്. എനിക്ക് എൻ്റെ അപ്പുറം അറിയൂല. അത് പഠിച്ചോ? എന്തിനു പഠിച്ചു? ആര് പഠിച്ചു? പഠിച്ചോല് കുറച്ചാളല്ലേ ഉള്ളൂ. നോമ്പാന്ന് വിചാരിച്ച് നേരം വെളുക്കുന്നവരെ കാരക്കുന്നവരെ ആ കൂട്ടത്തിലില്ലേ? വെളുത്ത നൂല് കറുത്ത നൂലിന് വെളിവാകുന്നത്, വെറുത്ത നൂല് വെളുത്ത നൂലിൽ നിന്ന് വെളിവാകുന്നത് വരെ തിന്നോളി നിറം. അപ്പോൾ ഒരു സഹാബി എന്ത് ചെയ്തു? ഒരു കാരക്കപാത്രം കൊണ്ടുവന്ന് വെച്ചു. പിന്നെ പായിൽ അങ്ങനെ കുത്തരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? കറുത്ത നൂലും വെളുത്ത നൂലും അവിടെ എടുത്ത് വെച്ചു. എന്നിട്ട് കാരക്ക അങ്ങനെ തിന്നു. ഇടക്കിടക്ക് നൂലും ഇങ്ങനെ നോക്കും. പിന്നെ വെളുത്ത നൂല് കറുത്ത നൂല് വെളിവാകുന്നുണ്ടോ അത് നോക്കിയിട്ട് വെളുത്ത നൂല് കറന്നു ഒക്കെ അങ്ങോട്ട് തിന്നു. സൂര്യൻ ഉദിച്ചിട്ടും തിന്നൽ നിർത്തിയില്ല. പിന്നെ നബിനെ കണ്ടപ്പോൾ പറഞ്ഞു, നബിയെ പാറ്റ നേരം വെളുക്കണല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇതൊരു പൊട്ടൻ തന്നെയാണടാ. ഈ സഹാബിയെ ഇജൊന്ന് നോക്കിയാൽ എനിക്ക് ഇതായിട്ടിട്ടും. എന്ത് ഓൻ ആ സഹാബിയെ വേറെ നോക്കിയിട്ടുണ്ട്. ആളാണ് മുഹമ്മദ്. ആളെ വിശ്വസിച്ചോ? ആ ആള് നിനക്ക് നിസ്കാരം പറഞ്ഞുതരാൻ വേണ്ടി വന്നതല്ല. നിസ്കാരമൊക്കെ ആ ശരീരം കൊണ്ട് ചെയ്യണല്ലേ, നോമ്പ് ശരീരം കൊണ്ട് ചെയ്യണല്ലേ, സക്കാത്ത് ശരീരം കൊണ്ട് ചെയ്യണല്ലേ, ഹജ്ജ് ശരീരം കൊണ്ട്. എന്തിടെ നിനക്ക് ശരീരം? എന്ത് അതൊക്കെ റൂഹ് ലെവലായാൽ ചെയ്യണതല്ലേ. റൂഹ് ലെവലായിട്ടില്ലെങ്കിലോ നിസ്കാരം അടങ്ങാറാണ്. രണ്ട് തരം നിസ്കാരമുണ്ട്. റൂഹ് ശരിയായാൽ നിസ്കരിച്ചോളും. റൂഹ് ശരിയായിട്ടില്ലെങ്കിലോ الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. നിസ്കാരം കൊണ്ട് ക്ഷമ കൊണ്ട് സഹായം തേടുക റബ്ബിലേക്ക്. വഇന്നഹാ ലകബീറ, നിസ്കാരം ഒരു വലിയ പ്രശ്നമാണ്. ഇല്ലാ ലിൽ ഖാശിഈൻ, ഹൃദയത്തിൽ ഖുശൂ എത്തിയിട്ടില്ലെങ്കിൽ, അഥവാ റൂഹ് ശുദ്ധിയായിട്ടില്ലെങ്കിൽ. അല്ലേ? അങ്ങനെ തന്നെയല്ലേ പറയേ. വഇന്നഹാ ലകബീറ ഇല്ലാ ലിൽ ഖാശിഈൻ. പിന്നെ പ്രേരിപ്പിക്കുക. ഒരു റക്കാത്തിന് 10 റക്കാത്തിൻ്റെ കൂലിയ, ചിലപ്പം 100 റക്കാത്തിൻ്റെ കൂലിയ 700. അപ്പം നമ്മൾ ബൾക്ക് കൊടുത്ത് തറാവീന് പോയി. അപ്പം നമ്മൾ 20-30 20 റക്കാത്ത്. അപ്പം തറാവീനപ്പം 600 600 × 10. അപ്പം എത്രയായി? അപ്പം തറാവീനപ്പം എത്ര കിട്ടി? തറാവിയിൽ തന്നെ ഇപ്പം ഇക്കൊല്ലം എത്ര കിട്ടിക്കണ്? പറയുങ്ങായി 6000 കൂലിയായി. പിന്നെ വേറെ ഉള്ളതൊക്കെ അതിൻ്റെ പുറത്ത് ബോണസായിട്ട് വേറെയുണ്ട്. പിന്നെ നോമ്പ് പറയും. ഇപ്പൊ കൂലിമ കൂലിയായി. ഇനി മലക്കുകളുടെ കുടുംബം ഏറ്റാണ്. ഇതൊക്കെ കബറിന്ന് ഏറ്റണല്ലോ. പായ ഇതൊക്കെ ചെയ്ത് കൂട്ടിട്ട് ഞങ്ങളെ കുടുക്കി. തിഹാമയിലെ പർവ്വതങ്ങളെക്കാളും വലിയ അമലും കൊണ്ടാണ് കുറച്ച് ആളുകൾ റൂഹ് നന്നാക്കാത്ത നിസ്കാരം നിസ്കരിച്ചു കൂട്ടിയോല് അള്ളാഹിനെ കോടതിയിലെത്തുക. എന്തേ? ഇതിന് റൂഹില്ല, ഇതിന് കനല്ല. ഈ അമല് വലിച്ചെറിയും. എന്തേ? ഇവന്റെ റൂഹ് പറ നന്നായിട്ടില്ല. റൂഹിന്റെ ബാപ്പ ആരാണ്? മുഹമ്മദ് മുസ്തഫ. റൂഹിനെ മുഹമ്മദ് നബിയെ കൊണ്ടല്ലാതെ നന്നാക്കാൻ കഴിയൂല.
അതുകൊണ്ടാണ് സ്വഹാബികളെ പറഞ്ഞയച്ച് നിങ്ങൾ എൻ്റെ സ്വഹാബികളെ നോക്കിക്കോളി, ഓലെ പിന്നാലെ കൂടി, ഓലെ തടിയിൽ എന്തുണ്ട്, എൻ്റെ പ്രകാശമുണ്ട്, അത് തൊട്ടാൽ കണ്ടാൽ നന്നായി. തരട്ടെ. ഇതിൽ ഏറ്റവും വലിയ സ്വഹബത്ത് കിട്ടിയത് സിദ്ദീഖന. അപ്പൊ സിദ്ദീഖിനേക്കാൾ വലിയൊരു സ്വഹാബി ഇല്ല. അയ്യുൽ അഹബ്ബു ഇലൈക യാ റസൂലല്ലാഹ് എനിക്ക് ഫലാതത്തുൻ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാക്കും, എനിക്ക് ദുനിയാവിലെ ഏറ്റവും ഇഷ്ടം 3 കാര്യമാണ് എന്ന് പുണ്യ റസൂൽ. എനിക്ക് ഈ ദുനിയാവിൽ കൂടുതൽ ഇഷ്ടം 3 കാര്യമാണ്. അത്വയ്യിബു വന്നിസാഉ വഖുറത്തു ഐനി ഫിസ്സലാ. അത്വയ്യിബു, ഒന്ന് സുഗന്ധം പൂശുക, വന്നിസാഉ എൻ്റെ ഭാര്യമാരെ കാണുക, വഖുറത്തു ഐനി ഫിസ്സലാ, നിസ്കാരത്തിൽ കണ്ണ് കുളിർന്ന് കിടക്കുക. അതാണ് ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 3 കാര്യം. ഫഅൻത യാ അബൂബക്കർ, നിങ്ങൾക്ക് എന്താ അബൂബക്കറെ ഏറ്റവും ഇഷ്ടം? അന്നളുർ ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, നിങ്ങൾ മുഖത്തേക്ക് നോക്കുക. റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ സിദ്ദീഖിന് പറഞ്ഞൂടെ അങ്ങനെ? നിങ്ങൾക്ക് ഇഷ്ടമല്ലതല്ലേ എനിക്കും ഇഷ്ടം ഉണ്ടാകുക, നല്ല വാക്കല്ലേ? അപ്പ നബിക്കും പറയാലോ, ഇജങ്ങനെ പറയുള്ളൂ, നിനക്കറിയാലോ. നിങ്ങളുടെ സ്ഥലത്തുണ്ടോ? അപ്പൊ എന്താ ഇത്തിബായി നബിനോട് നബിക്ക് ഏറെ എതിരാ പറയണേ? നബി പറഞ്ഞതേ അല്ല സിദ്ദീഖിലേക്ക് പറഞ്ഞത്. അന്തം വേണം. അന്തം എന്ന് പറഞ്ഞാൽ കുറെ നെറ്റിമ ചൂട്ടുണ്ടായതുകൊണ്ട് ഉണ്ടാവൂല, പടച്ചോൻ തരണം. അള്ളാന്റെ ഹബീബ് പറഞ്ഞ ഒരു വാക്കും സിദ്ദീഖിലേക്ക് പറയുന്നില്ല. എനിക്ക് ദുനിയാവിൽ ഇഷ്ടം 3 കാര്യം. മുത്ത് റസൂൽ. അത്വയ്യിബു വന്നിസാഉ വഖുറത്തു ഐനി ഫിസ്സലാ. ഒന്ന് സുഗന്ധം പൂശ. കാന യസ്രിഫു ലിത്വയ്യിബി അക്സറ മാ യസ്രിഫു ലിത്വഅമി. ഭക്ഷണത്തിനേക്കാൾ ചെലവാക്കിയത് സുഗന്ധത്തിനാ പുണ്യ റസൂൽ. വന്നിസാഉ, എൻ്റെ ഭാര്യമാരെ കാണുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഹഫ്സ ബീവി, സൈനബ് ബീവി, അള്ളാഹു അവരുടെയൊക്കെ ദർജ ഏറ്റി കൊടുക്കുകയും ആ ഉമ്മമാരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് അള്ളാഹു ദുനിയാവിലും ആഖിറത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യട്ടെ. നമ്മെ ഉറക്കെ പറയും. ആ മഹദികളായ ആയിഷ ബീവി, ഹഫ്സ ബീവി, സൈനബ് ബീവി അടക്കമുള്ള, സൗദാ ബീവി അടക്കമുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീൻ്റെ ഹക്ക് കൊണ്ട് അള്ളാഹു ദുനിയാവിലും ആഖിറത്തിൽ രക്ഷപ്പെടുത്തരട്ടെ. ഖബറിലെ എല്ലാ പ്രയാസത്തിലും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹിൻ്റെ പൊരുത്തം ആ മഹദികളുടെ, അള്ളാഹിൻ്റെ ഹബീബിനെ സന്തോഷിക്കാൻ വേണ്ടി സൗകര്യപ്പെടുത്തി കൊടുത്ത ആ മഹദികളുടെ ഹക്ക് കൊണ്ട് അള്ളാഹു തആല ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അമീൻ അമീൻ അമീൻ. അപ്പൊ ഹബീബായ നബി പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം 3 കാര്യമാണ്. അത്വയ്യിബു, സുഗന്ധഭൂഷ, വന്നിസാവിൻ്റെ ഭാര്യമാരെ കാണുക, അവർ സന്തോഷിക്കുക, വഖുറത്തു ഐനി ഫിസ്സലാ, പിന്നെ നിസ്കാരത്തിൽ കടന്ന് കണ്ണ് കുളിർക്കുക. ഫഅൻത യാ അബൂബക്കർ, നിങ്ങൾക്കോ? എനിക്കിഷ്ടം അന്നളുർ ഇലാ വജ്ഹിക, നിങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കന്നെ, പിന്നെ നോക്കുക, പിന്നെ നോക്കന്നെ. ഞാൻ നബി പറഞ്ഞോ ഇങ്ങനെ നോക്കണ്ട അബൂബക്കർ, എനിക്കെന്താ പിരാന്തുണ്ട്. ഒരാളങ്ങനെ നോക്കി നോക്കുകയാണെങ്കിൽ അന്നെ പറ്റൂല. എങ്ങായി മുത്തുനബിനെ പറ്റും. അന്നെ ആരുടെ എങ്ങായി നോക്കണം? പോന്തായിയെ അന്നൊരാൾ നോക്കൂ, എൻ്റെ ഓള് നോക്കൂ. ചോറ് നിന്നിട്ട് വർത്താനം പറയാൻ വേണ്ടി 2 മുഖത്തോട് മുഖം കസേരട്ടാണ് സിറ്റ് ഔട്ടിൽ കുറച്ച് നേരം ഇരുന്ന്. ഓളും തുടങ്ങി വർത്താനം, ഓനും തുടങ്ങി. 2 വർത്താനം പറഞ്ഞോടുകൂടെ ഓക്ക് പിരാന്തായി. നിങ്ങളൊപ്പം കൂത്തരുന്ന മനുഷ്യന് പിരാന്തായി. ഞാൻ പോകും. എന്നെ 5 മിനിറ്റ് നോക്കിയാ എൻ്റെ ഓക്ക് പിരാന്താവും. ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തേ ഇന്നെ നോക്കിയോലെ നന്നാവുള്ളൂ. അതിനാണ് ആന്തല്ലാത്തോനെ മൗലൂദ്. അന്ന് ഈ കണ്ണുകൊണ്ട് നോക്കാം, ഇന്ന് ഈ കണ്ണുകൊണ്ട് നോക്കാൻ കഴിയൂല. അപ്പോൾ മഹാന്മാർ മൗലിദുകൾ ഉണ്ടാക്കി ഈ കണ്ണുകൊണ്ട് നബിയെ കാണാൻ. അതിനാണ് മൗലൂദ് എന്ന് പറയുക. അത് മനസ്സിലാക്കാൻ വഹാബിക്ക് അന്തല്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഓൻ അന്തണ്ട് എന്ന് പറഞ്ഞാൽ ഓർക്കും അന്തല്ല. ഓലെ പേര് ഞാൻ പിന്നെ മുണുങ്ങാണ്. നമ്മളെ കൂട്ടത്തിൽ ഇപ്പോൾ കുറച്ച് ആളുകൾ ഓൽക്ക് അന്തം തുടങ്ങിയിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഓൽക്കും അന്തല്ല. ഒരു സ്ഥലത്ത് നിന്നെങ്കിലും നല്ല നിലക്ക് പോകാലോ, അതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞിട്ട്. ഓർക്കും അന്തല്ല. അള്ളാഹിൻ്റെ ഹബീബിനെ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ ചിന്തിക്ക്. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. മനസ്സിലായില്ലേ? ചിന്തിക്ക് 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 ചിന്തിക്ക്. അപ്പം
എവിടുന്നാ ഈമാൻ കിട്ടുക? ചെല്ലിക്കൂടി മങ്കൂസ് ഓതുന്നവർക്കെത്താ ചെല്ലാൻ മടി. حسن الوجه طيب الرائحة عظيم الهيبة أسج الحاجبين سهل الخدين إذا تكلم فعليه البهاء وإذا صمت فعليه الوقار حلو المندق إذا طلع تقول هذا البدر المنير وإذا مشى يفوح منه المسك والعنبر ما أحسن وجهه وما طيب رائحته فأردت أن أقبل يديه قال أتقبل يدي وأنت على غير ديني فقلت من أنت الذي من الله علي بك قال أنا الذي أرسلت رحمة للعالمين أنا سيد الأولين والآخرين أنا محمد خاتم النبيين ورسول رب العالمين فقلت لا إله إلا الله ومحمد رسول الله ففتح يديه فعانقني ثم قال هذه الجنة وذاك القصر لك فقلت ما علامة ذلك قال أن تموت غدا قال صاحب الحكاية وقائل يقول إن كنت أنت حظيت يوما باللقاء زال الجفا عنا وقد زال الشقاء. അങ്ങനെ കേൾക്കുമ്പോൾ ഇവിടുത്തെ കണ്ണിങ്ങനെ തുറക്കും. ആരാണ് കാണും? 1400 കൊല്ലം മുമ്പുള്ള ഒരു മനുഷ്യൻ ഇവിടെയാണ് കാണും. ഇപ്പം എനിക്ക് എന്തുണ്ടായി? ഈമാണ്ടായി. സിദ്ദീഖുൽ അക്ബർ എന്താ ഈമാണ്ടാക്കിയത്? നോക്കി ഇയ്യൻ എൻ്റെ ബടൻ തുറന്നു. അപ്പൊ ഇയ്യും നോക്കി. സിദ്ദീഖുൽ അക്ബർ സയ്യിദുൽ മുഅ്മിനീനായി, ഇയ്യ് മുഅ്മിനായി. വമിൻ 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 حزب أبي بكر وهو سيد النبي سيد المؤمنين وأنت من المؤمنين وهو سيد المؤمنين وأنت من المؤمنين عند فتحت لما سمعت مدائح المصطفى فتح الله قلبك. അള്ളാന്റെ ഹബീബിന്റെ വൽപ്പത്തരം അങ്ങനെ കേട്ടപ്പോൾ നിന്റെ കൽബിനെ അള്ളാഹു തആല തുറന്നു. അപ്പൊ ആ കൽബിന്റെ കണ്ണിലൂടെ ആരെ നോക്കി? റജുലൻ ഹസനൽ വജ്ഹി ത്വയ്യിബർ റൈഹ അളീമ അസജ്ജൽ ഹജിബൈനി സൈലൽ ഖദ്ദൈൻ. അല്ലാഹ് അങ്ങനെ കേട്ടു. അല്ലാഹ്. അപ്പൊ നിന്റെ മനസ്സ് ചിത്രം ഇങ്ങനെ വരച്ചു. ആരുടെ ചിത്രം? ഹബീബ് റസൂലുള്ളാഹിന്റെ ചിത്രം. അപ്പൊ അതിനെ കണ്ടിട്ട് കൊണ്ടൊക്കെ പൂതി മതിയായില്ല. അപ്പൊ ചാരായി പറയായി ഇപ്പാരായി മുഅ്മിനായി. ഇതാണ് എൻ്റെ നേതാവ് ചെയ്തത്. റിസാലയിലുണ്ട്, കുശൈരിയിലാണ് എൻ്റെ ഓർമ്മ. വേറെ കുറേ സ്ഥലത്ത് ഞാൻ ആ വാക്ക് കണ്ടു. സിദ്ദീഖുൽ അക്ബർ അമൽ കൊണ്ട് മുഅ്മിനായതല്ല. നിങ്ങളെ കയ്യിലുള്ള പലതും സിദ്ദീഖിനില്ല. സിദ്ദീഖ് മുഅ്മിനായത് മഹബ്ബത്ത് കൊണ്ട് മാത്രമാണ്. മനസ്സിലായില്ല? നിങ്ങളെ കയ്യിലുള്ള പലതും ആരെ കയ്യിലില്ല? സിദ്ദീഖിനില്ല. അതിൻ്റെ ആവശ്യം സിദ്ദീഖിനില്ല. സിദ്ദീഖ് ലയിച്ചതാ ആരിൽ? മുസ്തഫ നബിയിൽ. എപ്പോഴും നബിനെ കാണണം. നോക്കന്നെ النظر إلى وجهك يا رسول الله وجمع المال للإنفاق لك. എന്തെങ്കിലും ഒന്ന് പുറത്തിറങ്ങി പൈസ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് കൊടുത്തു തരിക. മനസ്സിലായില്ലേ? 10 ഉറുപ്പിക നിങ്ങൾക്ക് കൊടുത്തു തരണം. പിന്നെ നിങ്ങൾ നോക്കണം. അതേ എനിക്ക് ഓടിയുള്ളൂ. അതാണ് ആര്? സയ്യിദുൽ മുഅ്മിനീൻ വഅൻത മിനൽ മുഅ്മിനീൻ. അപ്പൊ എന്തായി? അള്ളാന്റെ ഹബീബിനെ നോക്കിയപ്പോൾ അനുറാനിയത്ത് നിന്റെ കൽബിലെത്തിയപ്പോൾ മുഅ്മിനായി. അപ്പൊ ചിന്തിക്ക്, ആ കൽബിലേക്ക് ആ നൂറാനിയത്ത് നേരത്തെത്തി. കണ്ണിന്റെ ഇമ വെട്ടാതെ കേൾക്ക്. ജസദ് വന്നത് പിന്നെയാ, ദിക്ർ വന്നത് നേരത്തെയാ. ദിക്ർ വന്നപ്പോൾ മദീനക്കാർ ഒരുങ്ങി ജസദിനെ സ്വീകരിക്കാൻ. നിങ്ങൾ എൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പറയാം. തിരിഞ്ഞില്ല. മൗലൂദാണ് ആദ്യത്തേത്. എവിടെ? മദീനയിൽ മൗലൂദാണ് ആദ്യത്തേത്. പിന്നെയാണ് ജസദെത്തിയത്. ജസദിനെ പറ്റിയുള്ള മൗലൂദ് ആദ്യം മനസ്സിലാക്കി ആര്? വരുന്നത് ആരാന്ന് ആദ്യമൊക്കെ തിരിഞ്ഞു. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പോൾ അവര് മദ്ഹ അനുസരിച്ച് പാട്ട് കെട്ടി. ജസദിനെയോ അവരെ കൂട്ടത്തിൽ അല്ല അക്സറൂന, ഭൂരിഭാഗം ആളുകളും ആരെ കണ്ടിട്ടില്ല?
പറയാ ആരെ കണ്ടിട്ടില്ല? ജസദിനെ കണ്ടിട്ടില്ല, പക്ഷേ മദ്ഹ് കേട്ടിട്ടുണ്ട്. മദ്ഹ് കൽബിലുണ്ട്. അവിടെ കണ്ടപ്പത്തിന് പാട്ട് തുടങ്ങി. ആദ്യം പോലെ ഒന്ന് നോക്കി, എന്താ ഇപ്പം നമുക്ക് പാട്ട് ഉണ്ടാക്കാൻ പറ്റിയത്? ഇപ്പം എന്താ പറ്റുന്ന കോലത്തിൽ അതിൽ പാട്ട് ഇപ്പം എന്താ? നമ്മളിത് പണ്ട് കണ്ട ആളും അല്ല. ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണോടോ അന്തല്ലാത്തോനെ പാട്ടുണ്ടാക്കി? പാട്ട് ദിവസങ്ങൾക്കും ഉണ്ടാക്കി. ജസദിനെ ഒരു കണ്ടിട്ടുമില്ല. എവിടുന്നേ അവർക്ക് ഇത് ബദറാന്ന് മനസ്സിലായത്? സിക്റിൽ നിന്ന് ആര് പറഞ്ഞു കൊടുത്തു? ഈമാൻ പറഞ്ഞു കൊടുത്തു ഇത് ബദറായിരിക്കും. കേട്ടോലും കണ്ടോലും ഒക്കെ പറഞ്ഞു ഇത് ഭയങ്കരമാണ് കേട്ടോ. അപ്പം അവരിങ്ങോട്ട് ഉണ്ടാക്കി, കെട്ടിണ്ടാക്കി. പിന്നെ അവർക്ക് ആ ജസദിനെ കാണണം. കണ്ടപ്പത്തിന് വീണു. ഈത്തപ്പനന്റെ മേലെ കയറി കുത്തുന്ന കുറച്ച് ആളുകൾ. എന്തിന്? ആദ്യം എനിക്ക് കാണണം, എനിക്ക് ആദ്യം തലാവുൽ ബദർ ചെല്ലണം. ഇവര് കണ്ടിട്ടുണ്ടോ? ഇല്ല. നബിയൊക്കെ വന്ന് പിന്നെ നബി ഒരു സ്വീകരണ യോഗം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ വരട്ടെ എന്ന് വിചാരിച്ച് നിന്നതാണ്. പിന്നെ ഇപ്പം നിങ്ങളെ ഒന്ന് തിരിയണമല്ലോ. നമുക്കിപ്പോൾ ഇതുവരെ നിങ്ങളെ കണ്ടിട്ടില്ല. അതിന് ഒരൊറ്റ വഹാബി മദീനയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ. നിങ്ങൾ പുറത്ത് പറയണ്ട. വഹാബി എങ്ങാനും ആ കൂട്ടത്തിലുണ്ടെങ്കിൽ നമുക്കൊന്ന് തീരുമാനിച്ചിട്ട് കണ്ടിട്ടൊക്കെ പോരേന്ന് പറയും. ഇവർ കണ്ടിട്ട് തന്നെ അല്ല, ഇത് ബദറാണോ ഉഹദാണോ എന്ന് ഇവർക്ക് അറിയില്ലല്ലോ. നിങ്ങൾ എൻ്റെ കൂട്ടത്തിലുണ്ടാ? നിങ്ങൾ പറഞ്ഞ മനസ്സിലായോ? ഇവര് ഈ ആള് വരുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഇത് ബദറാന്ന് പാട്ട് പാടി. طلع البدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي يا نبي يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. ഒന്നിന്നെ തന്നെ തുറച്ച് നോക്ക്, ഒന്നിന്നെ തന്നെയാണ് നോക്ക്. അതായത് നബിയെ കാണാത്ത മദീനക്കാരുടെ മഖാമിലാണ് മിൻ അവ്വലി താബിഈന ഇലാ ആഖിരി ഹാദിഹിൽ ഉമ്മ. തിരിഞ്ഞിട്ടില്ലേ? ഒന്നുകൂടി പറഞ്ഞുതരാം. തിരിഞ്ഞില്ല. അതായത് നബിയെ കണ്ടിട്ടില്ല, പക്ഷെ നബിയുടെ മാത്രം അവരെ കൽബിൽ നിറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? നബിയെ കാണാത്തൊരു മദീനക്കാരുണ്ടല്ലോ, അവർ അപ്പം നബിയെ കണ്ടിട്ടില്ല. കുറച്ച് ദിവസങ്ങളായി മാസങ്ങളായി നബിയെ കാണാതെ ഒരുങ്ങണവർ. നബിയുടെ മാത്രം കേട്ട് നബിയെ പറ്റി കണ്ടാൽ വലിയ ആളാ, ഭയങ്കര മുഖത്തേക്കാണ് നോക്കിയാൽ എന്തൊരു വിളിച്ചാന്നാ അപ്പോൾ കേൾക്കണേ. ഇത് തമ്മിൽ പറയാം. അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ മഖാമിലാണ് മിൻ അവ്വലി താബിഈന ഇലാ ആഖിരി ഹാദിഹിൽ ഉമ്മ. അവരെ പറ്റിയാണ് വല്ലദീന തബഊഹും ബിഇഹ്സാൻ എന്ന് പറഞ്ഞത്. അതതിൻ്റെ അർത്ഥം. അവർക്കാണ് അല്ലാഹു റളിയല്ലാഹു അൻഹും വറളു അൻഹു. അവരല്ലാഹു പൊരുത്തപ്പെട്ടിട്ടുണ്ട്. അവർക്ക് എന്തേ? അള്ളാഹിൻ്റെ വൽപ്പത്തരം, റസൂലുള്ളാഹിൻ്റെ വൽപ്പത്തരം. അതല്ലാതെ പറയാൻ അവർക്ക് നേരമില്ല. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. നീട്ടി പറയില്ല. നാളത്തെ ക്ലാസ് പറയും. ബേജാറാവണ്ട. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. മനസ്സറിഞ്ഞാമീൻ പറയും. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. അല്ലാഹു നാഫിഅ. നിങ്ങൾ ബേജാറാണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിഅ ഇൽമിനെ തരട്ടെ. വളരെ 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 ചിന്തിക്കണം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് നിറക്കന്നെ. طلع أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي أنت أمنا أم أبو ما رأينا فيما مثل حسنك قط يا سيدي خير النبي. എന്താണ് പറഞ്ഞത്? അന്ത ഉമ്മുന അം. നിങ്ങളെ ഉമ്മയാണ്, അല്ലെങ്കിൽ ഞങ്ങളെ ബാപ്പയാണ്. മറഅയ്ന ഫീമാ. ഉമ്മയിലും ബാപ്പയിലും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല മിസ്ല ഹുസ്നിക ഖത്തു. നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്ത ഉപകാരം ഞങ്ങളെ ഉമ്മ ചെയ്തിട്ടില്ല, ബാപ്പ ചെയ്തിട്ടില്ല.
ഇതവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മദീനക്കാർ. മനസ്സിലായോ പറഞ്ഞത്? അള്ളാഹു തൗഫീഖ് തരട്ടെ. അതന്നെ അപ്പം ആദ്യത്തെ മദീനക്കാർ അൻസാരിങ്ങൾ. ആയത്തുൽ അൻസാരി, ആയത്തുൽ ഈമാൻ, ഹബ്ബുൽ അൻസാർ. അൻസാരിങ്ങളെ സ്നേഹിക്കൽ ഈമാൻ്റെ ഭാഗമാണ്. അൻസാരിങ്ങൾ ആരാ? ഇങ്ങോട്ട് നോക്ക്. അൻസാരിങ്ങൾ ആരാ? നബിക്ക് വേണ്ടി ഒരുങ്ങി മദഹ് നിറച്ച് കാത്തുന്നു. നബിയെ കണ്ടിട്ടുണ്ടോ? പറയും, കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടപ്പോൾ സ്വഹാബിയായി. ഇപ്പൊ ഒരു സ്വഹാബിയാണോ? പാട്ടുണ്ടാക്കിയപ്പോൾ ഒരു സ്വഹാബിയാണോ? അല്ല, സ്വഹാബി പിന്നല്ലേ ആയത്. പക്ഷെ സ്വഹാബിയല്ല, കേട്ട് ഈ ബദറിനെ പറ്റിയ കൽബ് നിറച്ചിട്ടുണ്ട്. ഇനി നേരെ بعد وفاة النبي المصطفى ما رأوا النبي المصطفى ولكن ذكروا وسمعوا مدائحه ملأ قلوبهم بمدائح النبي المصطفى. അള്ളാഹുവിന്റെ ഹബീബിന്റെ മദഹ് കൽബിലാണ് നിറഞ്ഞു. കണ്ടിട്ടുണ്ടോ? ഇല്ല. ഏതുപോലെ? സ്വഹാബികളാകുന്നതിന് മുമ്പുള്ള മദീനക്കാരെ അവസ്ഥയാണ് ലോകത്തുള്ള എല്ലാ സുന്നിയക്കും. ഇവരാണ് യഥാർത്ഥ താബിഈങ്ങൾ. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ? അതാ മനസ്സിലായില്ലേ പറഞ്ഞത്? അതായത് സ്വഹാബി ആകുന്നതിന് മുമ്പുള്ള സ്വഹാബി എപ്പോഴാകുക? നബിയെ കണ്ടാൽ. അവർ പാട്ടുണ്ടാക്കിയ നേരത്തും മദഹ് ഉണ്ടാക്കിയ നേരത്തും നബിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, നബിയെ കണ്ടിട്ടില്ല. പക്ഷെ കൽബിൽ മദഹ് നിറഞ്ഞിട്ടുണ്ട്. ആ സ്ഥാനത്താണ് താബിഈ. താബിഈ ആരാ? നബിയെ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. കൽബി നബിയെ നിറഞ്ഞിട്ടുണ്ട്. ഇല്ല ആഖിരി ഹാദിഹിൽ ഉമ്മ. അതുകൊണ്ട് തന്നെ അകന്ന ദജ്ജാൽ ഇങ്ങനെ കയറും. ഇപ്പൊ നമ്മളെ കുട്ടികൾ ലിബറലിസ്റ്റാണ്, നിരീശ്വരവാദിയാ. ഒരു വീട്ടിൽ ഒരു നിരീശ്വരവാദിയെങ്കിലും അടുത്തുണ്ടാവും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. എന്തുകൊണ്ടാണ് കുട്ടികൾ നിരീശ്വരവാദിയാവുന്നത്? അവരെ കൽബിലേക്ക് ആരെ പറഞ്ഞു കൊടുത്തില്ല? സുബ്ഹാനല്ലാഹ് പറഞ്ഞു. നിസ്കരിച്ചു, നിസ്കാരം കൊണ്ട് അവർക്ക് ആവശ്യം മനസ്സിലായില്ല. നിസ്കരിച്ച് നിസ്കാരം നിർത്തിയ എത്ര പെണ്ണുങ്ങൾ എനിക്കറിയും. എന്നോട് വന്ന് പറയാറുണ്ട്, എൻ്റെ മകൾ നിസ്കാരം നിർത്തി. എന്തേ? നിസ്കാരം എന്നുള്ള റൂഹില്ലാത്ത നിസ്കാരം പഠിച്ചു, നബിയെ പഠിച്ചില്ല. മനസ്സിലായില്ല? എന്നൊക്കെ പറഞ്ഞു. നല്ലോണം നിസ്കരിച്ചിരുന്ന പെൺകുട്ടികൾ എന്ത് നിർത്തി? എന്ത് നിർത്തി? നിസ്കാരം നിർത്തി. എത്ര എന്നോട് ആഴ്ചയിൽ ഒരാളെങ്കിലും ഒന്ന് പറയലുണ്ട്, എൻ്റെ അമ്മായിൻ്റെ മകൾ നിസ്കാരം നിർത്തി, എൻ്റെ മൂത്ത മകൾ നിസ്കാരം നിർത്തി. ഒന്നും ഉണ്ടൂല. വാതിലടക്കും, കുറ്റിയുടെ ഉള്ളിൽ. ബാംഗ്ലൂരിൽ നിന്ന് വരും, വാതിലടക്കും, തിന്നാൻ വരും, പിന്നെയും പോകും. ഭർത്താവ് ഒന്നും ഉണ്ടൂല. നിസ്കാരമില്ല, നോമ്പില്ല, ഒന്നുമില്ല. മനസ്സിലായില്ലേ? ഇന്ത്യക്ക് പറ്റി ഇവിടെ മദ്രസ പഠിപ്പിച്ചു. കടലാസ് തീറ്റി, നബിയെ തീറ്റിയില്ല. കടലാസ് ഇങ്ങനെ അക്കീദി അമ്മാലും അമലിയാത്തും മറ്റേ ഇയാത്തും കുറേ ആത്തുകൾ ഇങ്ങോട്ട് മുണങ്ങി. നബിനെ മുണങ്ങാൻ കഴിഞ്ഞില്ല. നബിനെ മുണങ്ങണമെങ്കിൽ 1.5 മണിക്കൂറേ മദ്രസയിലുള്ളൂ. 22.5 മണിക്കൂറും പെരയിലാണ്. ബാപ്പാക്കും ഉമ്മാക്കും നബിനെ മുണങ്ങണ പാടിയാൻ അറിയില്ല. നബിനെ തിന്നണം, നബി ഇങ്ങോട്ട് കയറണം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. തിന്നുന്നതിനനുസരിച്ച് മത്തി തിന്നാൽ എൻ്റെ വാപ്പ പറയും, വിയർപ്പിന് വരെ നത്തിൻ്റെ നാറ്റ, പക്ഷെ നല്ല സാധനം മത്തി, അതുകൊണ്ട് തിന്നുക. മനസ്സിലായില്ല? മത്തി തിന്നാൽ വിയർപ്പിൽ വരെ എന്തുണ്ടാവും? ആദ്യം ഭയങ്കര ഒമേഗ 3 ഉള്ള ഏറ്റവും നല്ല ഭക്ഷണം മത്തി. മത്തിനെ പോലത്തെ ഒരു രാജാവായൊരു മീൻ ലോകത്തില്ല. പക്ഷെ മത്തിക്കൊരു പ്രശ്നമുണ്ട്. എന്താണ്? പടച്ചോനെ, ഞാൻ അടിയപ്പെട്ട് കുടുങ്ങിയാലോ. എന്താ മത്തിൻ്റെ പ്രശ്നം? പറയും. എന്താ മത്തിൻ്റെ പ്രശ്നം? മത്തി അങ്ങോട്ട് തിന്നാൽ വിയർപ്പിൽ വരെ എന്തുണ്ടാവും? ഇതന്നെ ചങ്ങായി നബിനെ തിന്നല്. ഇങ്ങോട്ട് കീറന്നെ നബി ഒന്നുമില്ല. നബിനോട്ട് കയറ്റി, താഴേക്കണ് കയറ്റി. മനസ്സിലായോ? പിന്നെ അവിടെ വാസനിക്കണമൊക്കെ നബിയാണ്. അവൻ്റെ കുട്ടികൾ നാശാവൂല. 1400 കൊല്ലം നാശമായിട്ടില്ലല്ലോ, ഇപ്പോഴല്ലേ നാശമാണ്. ഇപ്പം നമ്മളെ കുട്ടികൾക്ക് നബിനെ അറിയില്ല. ഷേക്സ്പിയർ അറിയും, ന്യൂട്ടൻ അറിയും, ഐൻസ്റ്റീൻ അറിയും. ഐൻസ്റ്റീൻ ആരാണ് കുട്ടിക്ക് അറിയും. സിദ്ദീഖുൽ അക്ബറിനെ അറിയില്ല, നബി അറിയില്ല, ഹലീമാവിനെ അറിയില്ല, ആമീന ബീവിനെ അറിയില്ല. അതുകൊണ്ട് കുട്ടിയൊക്കെ ഒരു പ്രശ്നമല്ല. ജനങ്ങളെ മുന്നിൽ വ്യഭിചരിക്കും. ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും മുന്നിൽ 10 കൊല്ലത്തിനുള്ളിൽ മലബാറിലെ പെൺകുട്ടികൾ വ്യഭിചരിക്കും. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഞാനിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പോരുന്നപ്പോൾ എൻ്റെ ഒപ്പമുള്ളവനോട് പറഞ്ഞു, എടാ 10 കൊല്ലം ഏറി വന്നാൽ 10 കൊല്ലത്തിനുള്ളിൽ മലബാറിലെ പെൺകുട്ടികൾ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും മുന്നിൽ പരസ്യമായി വ്യഭിചരിക്കും. നഊദു ബില്ലാഹ്. അല്ലാഹു ഫലാ യുൻകിറു മാ അഹദുൻ, ഒരാളും അവരെ എതിർക്കാനുണ്ടാവില്ല. എന്തവർക്ക് പറ്റിയത്? അവർക്ക് അമലിയാത്തും ദീനിയാത്തും അറിയും. ആരറിയില്ല?
മുത്തുനബിനെ അറിയില്ല. മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ ഹബീബിനെ അറിയില്ല, അള്ളാഹുവിന്റെ ഹബീബിനെ അറിയില്ല. പണ്ടങ്ങനല്ല. പണ്ട് മദ്രസയിൽ ആവറേജ് പഠിപ്പുണ്ട്, ബാക്കി ദഫ് പഠിപ്പിക്കുക, അത് പഠിപ്പിക്കുക, ഇത് പഠിപ്പിക്കുക. ശവ്വാൽ മാസത്തെ തുടങ്ങും റബീഉൽ അവ്വലിൻ്റെ പരിപാടി. അതൊരു നന്മയാണ്. ദഫിൽ പാട്ടുന്ന പാട്ടൊക്കെ ആരെ പറ്റിയാണ്? പറയേ സുൽത്താനെ പറ്റിയാണ്. അമലിയാത്തും ദീനിയാത്തൊക്കെ അവിടെ പരീക്ഷകൾ പഠിക്കും. അമലിയാത്തൊക്കെ മറക്കും, മറന്നോട്ടെ. എന്താണ്, ഏത് പെണ്ണാണ് അമലിയാത്ത് നോക്കിയിട്ട് ഹൈദ് കുളി വിളിച്ചത്? അതൊക്കെ ഒരു ഏർപ്പാടെന്നേ ഉള്ളൂ. ഹൈദ് കുളി കുളിക്കണമെങ്കിൽ ഏട്ടത്തി പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ഉമ്മ. അമലിയാത്ത് ഏട്ടത്തി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ആലോചിക്കുക. അപ്പം മദ്രസയിൽ പോണത് അമലിയാത്ത് ഒരു ആവറേജ് പഠിക്കാനാണ്, അത്രയേ ഉള്ളൂ. പിന്നെ എന്തിനെ നബിനെ കയറ്റാൻ? അക്കാലത്തെ മൊല്ലമാരും നബിനെ പറഞ്ഞു കൊടുക്കും. ഇപ്പം കമ്മിറ്റിക്കാർക്ക് തന്നെ തോന്നി തുടങ്ങി അതൊക്കെ വലിയ ചെലവാ. അല്ലെങ്കിൽ ഇപ്പം എന്നോടിപ്പോൾ ഇങ്ങോട്ട് പോകുന്ന പൊരുത്തം പറഞ്ഞു, എൻ്റെ കമ്മിറ്റിയിൽപ്പെട്ട ഒരാൾ ഇന്ന് ജുമാക്ക് എന്നോട് ചോദിച്ചു, അല്ല ഘോഷയാത്രക്ക് വല്ല തെളിവുണ്ടോ? ഇതൊന്ന് ഉസ്താദിനോട് ചോദിക്കും. ഓന് ഘോഷയാത്രക്ക് തെളിവ് കിട്ടണം. ഓനാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വലിയ കേന്ദ്ര കമ്മിറ്റിൻ്റെ നേതാവ്. മൂല്യന്മാരും തങ്ങന്മാരും ഒക്കെ വരുമ്പോൾ ഓൻ്റെ അവിടെയാണ് കോഴിയൊക്കെ കൊത്തി മുറിച്ച് തിന്നാൻ കൊടുക്കൽ. ഓനാണ് കമ്മിറ്റിൻ്റെ കൊത്തുൽ കുലൂബ്. അതിൻ്റെ അപ്പുറത്തേക്ക് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ എൻ്റെ അടുത്ത് നിന്നാണ് പോകും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്തേ കമ്മിറ്റി ഉണ്ട്, ഒക്കെ ഉണ്ട്, ആരില്ല? മുത്തുനബിയില്ല, മുത്ത് മുഹമ്മദ് മുസ്തഫ. മുത്ത് മുഹമ്മദ് മുസ്തഫ ഇല്ല, മുത്തുനബി ഇല്ല, മുത്ത് റസൂലല്ല, ഖൽബിൽ മുത്തുനബി ഇല്ല. പിന്നെ പാട്ട് ഇങ്ങനെ പാടി പഠിപ്പിച്ചു കൊടുക്കും മൊല്ലന്മാര്. റസൂലിനെ പറ്റിയാ ഭയങ്കര ഇഷ്ട കുട്ടിയാക്ക്. അതന്നെ നബിയെ കാണാത്ത സ്വഹാബികൾ മദീനക്കാർ. എന്തേ നബി പറഞ്ഞത്? ലൗലൽ ഹിജ്റ ലകുൻതു റജുലൻ മിനൽ അൻസാർ. ഇവിടെ എഴുതിയ ചാള, ലൗലൽ ഹിജ്റ ലകുൻതു റജുലൻ മിനൽ അൻസാർ. മക്കയിൽ മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടതുള്ളത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ മദീനയിലാണ് ജനിക്കേണ്ടത്. എന്നക്ക് വേണ്ടി പാട്ട് പാടാൻ കാത്തുനിന്ന ഒരു ജനതല്ലേ ഞാൻ കാണാത്തോരും ഓരോ കൂട്ടത്തിൽ ഉണ്ടാകേണ്ട ആളാണ് ഞാൻ. നിന്റെ കൂടെ അല്ലേ? ഹിജ്റക്ക് വലിയ കൂലിയ, അതുകൊണ്ട് എന്നെ മക്കയിൽ ജനിപ്പിച്ച. ഹിജ്റ അല്ലെങ്കിൽ ഞാൻ ജനിക്കേണ്ടത്. ആയത്തുൽ ഈമാൻ ഹുബ്ബുൽ അൻസാർ. നബിക്ക് വേണ്ടി പാട്ടുപാടാൻ കാത്തുനിന്ന അൻസാരിങ്ങളെ പ്രേമിക്കൽ ഈമാന്റെ അടയാളം. ആയത്തുൻ നിഫാഖി ബുഗ്ളുൽ അൻസാർ. അൻസാരിങ്ങൾ ചെയ്ത കർമ്മത്തോട് കോപം വെക്കൽ നിഫാഖിന്റെ അടയാളം. മുനാഫിഖാണോ? എന്താ അൻസാരിങ്ങൾ ചെയ്ത കർമ്മം? നബിയെ കാണാതെ നബിക്ക് വേണ്ടി പാട്ടുണ്ടാക്കി. എന്താ സുന്നികൾ ചെയ്യണേ? നബിനെ കാണാതെ നബിക്ക് വേണ്ടി പാട്ടുണ്ടാക്കി.